ഈ സഹനം എന്നുള്ള വാക്ക് മലയാളികൾക്ക് പരിചിതമായ ഒന്നാണ്. സഹിക്കുക എന്ന് സാധാരണഗതിയിൽ വളരെ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു പദമാണ് സഹിക്കുക. സഹിക്കുക എന്നുള്ളതിൻ്റെ ആ വാക്കിന്റെ എല്ലാ അർത്ഥധ്വനികളെയും ഉൾക്കൊള്ളാൻ ഞാൻ ഈ സഹനം എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിച്ചിട്ടില്ല. ഇംഗ്ലീഷിൽ എൻഡ്യൂറിങ് എന്നുള്ളൊരു വാക്കുണ്ട്. എൻഡ്യൂറൻസ് എന്ന് വേണമെങ്കിൽ അത് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രത്യേക കോണ്ടെക്സ്റ്റിൽ എൻഡ്യൂറൻസ് എന്നുള്ള രീതിയിൽ അത് ഉപയോഗിക്കുന്നുണ്ട്. ആക്ച്വലി അത് ലാറ്റിൻ വാക്ക് ഡ്യൂറേറെ എന്നുള്ള ലാറ്റിൻ വാക്കിൽ നിന്നാണ് അത് നിഷ്പാദിച്ചിരുന്നത്. ഹാർഡൻ ചെയ്യുക, അത് കടുപ്പിക്കുക എന്നുള്ളത്, ലാസ്റ്റ് ചെയ്യുക. ഒരു സാധനം ഡ്യൂറേഷൻ, ഒരു ഡ്യൂറബിൾ ആണ് ഒരു സാധനം എന്ന് പറയുമ്പോൾ അത് ലാസ്റ്റ് ചെയ്യുക എന്നുള്ള അർത്ഥമില്ല. എൻഡ്യൂറിങ് എന്നുള്ളത് അങ്ങനെ ഒരു ലാസ്റ്റ് ചെയ്യുന്നത്. എന്താണ് ലാസ്റ്റ് ചെയ്യുന്നത് ചോദിച്ചാൽ എന്താണ് ലാസ്റ്റ് ചെയ്യുന്നത്? അപ്പോൾ അതൊരു പൂർവ്വ സ്ഥിതിയാണ്. അത് അതായത് നമ്മൾ നോർമൽ ആണെന്ന് വിചാരിക്കുന്ന ഒരു സ്ഥിതി ഇതിലേക്ക് തിരിച്ചു വരുന്നതാണ്. അതാണ് ലാസ്റ്റ് ചെയ്യുന്നത് പറയുന്നത്. അല്ലാണ്ട് അത് ഒരു ലിബറേഷൻ്റെയോ അല്ലെങ്കിൽ രക്ഷപ്പെടലിൻ്റെയോ ഒരു ഡെലിവറൻസിൻ്റെയോ എന്നൊരു പ്രശ്നമല്ല. അതുകൊണ്ടാണ് സഹനം എന്നുള്ള വാക്കിന് ആ അർത്ഥത്തിൽ എടുക്കുന്നത്. അതായത് എന്താണോ ആ സ്ഥിതി, പൂർവ്വസ്ഥിതി എന്നുള്ള നോർമൽസി എന്ന് പറയുന്നത്, സ്വയം തന്നെ അഭിലഷണീയമാവണമെന്നില്ല. അത് തന്നെ ഒരു സഹനത്തിന്റെ ഒരു എക്സാമ്പിൾ ആയിരിക്കാം, അല്ല സഹനത്തിന്റെ ഒരു ഇൻസ്റ്റാൻസ് ആയിരിക്കാം. ഞാൻ പറയുക വെച്ചാൽ എൻഡ്യൂർ ചെയ്യുന്നത് വെച്ചാൽ ആ സ്ഥിതിയിലേക്ക് ഒരു കാര്യം ഒരു സ്റ്റേറ്റിൽ നിന്ന്, ഒരു അവസ്ഥയിൽ നിന്ന് വ്യതിചലിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു അവസ്ഥയിൽ ഉണ്ടാവുന്ന ആഘാതങ്ങള് അത് സഹിക്കുകയാണ്. ആഘാതങ്ങളെ, ഒരവസ്ഥയിൽ വരുന്ന ആഘാതങ്ങളെ ഏൽക്കുന്ന സമയത്ത് അത് അതിനെ നശിപ്പിക്കാതെ അത് ലാസ്റ്റ് ചെയ്യുന്ന രീതി, ആ അവസ്ഥ എന്ന് വെച്ചാൽ അവസ്ഥ എന്തിന്റെ അവസ്ഥയാണോ അതൊക്കെ പിന്നീട് ഞാൻ അന്വേഷിക്കാൻ മധ്യസ്ഥനാണ്. അതായത് എന്തിന്റെ അവസ്ഥ എന്നൊക്കെ ഉള്ള ചോദ്യം, എന്തിന്റെ അവസ്ഥയാണോ അത്, ആ ഒന്ന് അതിനെ എൻഡ്യൂർ ചെയ്യുക ചെയ്യും, അതിനെ അതിജീവിക്കൽ വേറൊരു ഇതായിട്ട് എടുക്കുക, വേറൊരു കൺസെപ്റ്റ്. എൻഡ്യൂർ ചെയ്യുക എന്ന് പറയുന്നത് അങ്ങനെ ലാസ്റ്റ് ചെയ്യുക. അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞ ഒരു എക്സാമ്പിളായി ഈ പ്രസവിക്കുന്ന ഒരു സ്ത്രീയുടെ, അതായത് ഗർഭം ധരിക്കുന്ന ആ ഗർഭം ആ പേറിക്കൊണ്ട് കുഞ്ഞിനെ വയറ്റിൽ പേറിക്കൊണ്ട് പോകുന്ന ആ മാസങ്ങൾ, 9 മാസം എന്നുള്ളത് ഒരു സഹനത്തിന്റെ മാസമായിട്ട് എടുക്കുകയാണെങ്കിൽ അത് ലാസ്റ്റ് ചെയ്യണം. ആരാണോ അതിനെ, ആ ഭാരത്തിനെ അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന സ്വാതന്ത്ര്യങ്ങളെ, സമ്മർദ്ദങ്ങളെ, വിഷമങ്ങളെ ഒക്കെ തന്നെ അത് തരണം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന് ലാസ്റ്റ് ചെയ്യണം. അത് ആ ഓർഡീലിനെ അത് ലാസ്റ്റ് ചെയ്യാൻ, അതാണ് എൻഡ്യൂറിങ്. ആ എൻഡ്യൂറിങ് ഒരു ഭാരോദ്വഹനത്തിൽ, ഒരു എക്സസൈസിൽ പ്രത്യേക ലെവലിൽ നമ്മൾ എത്തിച്ചേരണം. അതായത് ഇത്ര കിലോ
എടുക്കാവുന്ന അവസ്ഥയിലായി എന്നുള്ളത് പോലെയുള്ള ഒരു ആശയമല്ല അത്, ഒരു അവസ്ഥയല്ല അത്. എൻഡ്യൂറൻസ് അല്ല. എൻഡ്യൂറൻസ് എന്ന് വെച്ചാൽ ഇപ്പം കളിയിലൊക്കെ സ്പോർട്സിലൊക്കെ എൻഡ്യൂറൻസ്, ഇത്ര റണ്ണ് എടുക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഇത്ര ഉയരത്തില് ഹൈ ജമ്പ് ചാടാൻ പറ്റുക, പിന്നെ ഇത്ര ദൂരത്തില് ഷോട്ട് പുട്ട് ചെയ്യാൻ പറ്റുക, ജാവലിംഗ് ത്രോ ചെയ്യാൻ പറ്റുക, ഇതൊക്കെ അതിലൊരു എൻഡ്യൂറൻസ് ഉണ്ട് ശരീരത്തിന്റെ, അല്ലെങ്കിൽ ആ ആളുടെ എൻഡ്യൂറൻസ് ഉണ്ട്. അതിനല്ല ഞാൻ അത്തരത്തിലുള്ള എൻഡ്യൂറൻസിനെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്. എൻഡ്യൂറിങ് എന്നുള്ളത് നിത്യജീവിതത്തിൽ, സാധാരണ ജീവിതത്തിൽ മനുഷ്യരുടെ സഹനത്തിന്റെ പല തലങ്ങളെ പറ്റി ഞാൻ പറയും. ആ എക്സാമ്പിളാണ് ഞാൻ ഇതിൽ പറയും. അപ്പൊ സഹിച്ച് കഴിയുന്ന സമയത്ത് അതിനെ അതിജീവിക്കാമെന്ന് പറയാൻ പറ്റില്ല. ഒരു സ്ത്രീ പ്രസവിച്ചു കഴിഞ്ഞാൽ അതിനെ അതിജീവിക്കണം, അത് ലാസ്റ്റ് ചെയ്യാണ്. അതിന് ആ സഹനത്തിന്റെ ഒരു തലത്തില് ആ സഹിച്ച് നിൽക്കാനുള്ള അതിന്റെ എക്സിസ്റ്റൻഷ്യലായിട്ടുള്ള അതിന്റെ ഒരു സ്ട്രെങ്ത് അത് പിന്നെ കാണിക്കുകയാണ്, അതിനെ സർവൈവ് ചെയ്യാൻ. ഇങ്ങനെ സർവൈവ് അല്ല, അതിനെ സഹിക്കാന്നുള്ളത്. ഇങ്ങനെ സാമൂഹികമായ ജീവിതത്തിൽ അനേക തരത്തിലുള്ള സഹനത്തിന്റെ അനേക തരത്തിലുള്ള എക്സ്പ്രഷൻസ് ആണ് മനുഷ്യ ജീവിതത്തിൽ. അപ്പം ഇതിനെ മനസ്സിലാക്കാൻ, ഈ സഹനത്തിന്റെ സ്വഭാവത്തിനെ മനസ്സിലാക്കാൻ ഞാനിവിടെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ഒരു ആശയം സംസാരം എന്നുള്ള ഒരു ഇതാണ്. സംസാരം എന്നുള്ള ഒരു ആശയമാണ് കൊണ്ടുവരാൻ. അതായത് ഈ മനുഷ്യര് സഹിക്കുന്നത് ഒരു സംസാരത്തിന്റെ അകത്താണ് എന്നാണ് ഇന്നലെ പറഞ്ഞ കാര്യങ്ങളായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ഇതിനെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. സംസാരത്തിന്റെ അകത്താണ്. സംസാരം എന്ന് പറഞ്ഞാല് സംസാരിക്കുക എന്നുള്ള വെർബിൽ നിന്നാണ്. അതായത് അതൊരു സർക്യൂട്ടാണ്, സർക്യൂട്ട് ഓഫ് ലൈഫിന്റെ ഒരു, നമ്മുടെ ഈ ലൗകിക ജീവിതത്തിന്റെ ഒരു ചക്രം ആണ്. അതിന് ബുദ്ധിസ്റ്റ് ട്രഡീഷനിൽ അത് ഒരു ജന്മങ്ങളുടെയും മരണങ്ങളുടെയും ഒരു സർക്യൂട്ടായിട്ട് എടുക്കുക. ജന്മങ്ങളുടെയും മരണങ്ങളുടെയും ഒരു ഒരു എന്താ പറയുക, ഒരു യാത്രയായിട്ട് അതിനെടുക്കുക. ഒരു ജന്മത്തിൽ നിന്ന് ജനിക്കുകയും മരിക്കുകയും പിന്നെയും ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നുള്ള ഒരു സങ്കല്പമാണ്. അത് ബുദ്ധിസ്റ്റ് ട്രഡീഷൻ മാത്രമല്ല, ഈ ഭാരതീയ ഹിന്ദു ട്രഡീഷനിലും ഒക്കെ തന്നെ ഇത് കാണാം. ഈ സംസാരം ആ രീതിയിൽ കാണിക്കും, അതിന് ആ രീതിയിൽ മനസ്സിലാക്കും. അപ്പൊ ഞാനങ്ങനെ സംസാരത്തിനെ ആ ഒരു പ്രത്യേക ട്രഡീഷന്റെ അകത്ത് അതിന് കിട്ടിയ മീനിങ്ങിലല്ല ഉപയോഗിക്കുന്നത്. അതിന്റെ വേർഡിന്റെ ഒരു, അത് ലൗകിക ജീവിതം എന്നുള്ള അർത്ഥത്തിലാണ്, സെക്കുലർ ലൈഫാണ് ശരിക്കും സംസാരം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇതിന്റെ ഈ വേൾഡ്ലി ലൈഫിന്റെ അകത്ത് കെട്ടിമറിയുന്ന ഒരവസ്ഥയാണ് സംസാരം. അപ്പൊ അതിനെ ആളുകൾ കൽപ്പുള്ളതാക്കുന്ന പല ഘടകങ്ങളുണ്ടാവും. ഹൗ പീപ്പിൾ ആർ മാനേജിങ് ദിസ് ലൈഫ്, എന്തൊക്കെയാണ് അതിലേക്ക് കടന്നു വരുന്നത്, അതിനെ നിർണയിക്കുന്നത്. അപ്പം ഈ നിർണയിക്കുന്ന ഇന്നലെ ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും അതിൽ പ്രസക്താവുന്നതെന്ന് വെച്ചാൽ, ഈ സംസാരം എന്ന് പറയുന്നത് ഒരു ഇമാജിനറി വേൾഡിന്റെ അകത്ത് സംഭവിക്കുന്ന ഒന്നാണ്. അതായത് മനുഷ്യർ ഒരു എക്സിസ്റ്റന്റ് എന്നുള്ള നിലക്ക്, നിലനിൽക്കുന്ന ഒരു ജീവി എന്നുള്ള നിലക്ക്, അതിൽ ചെയ്യുന്ന നിലക്ക് ഈ സംസാരത്തിന്റെ അകത്താണ് അതിനെ സ്വയം കാണുന്നത്. സംസാരത്തിന്റെ അകത്താണ് അതിന് കടന്നു പോകേണ്ടത്. അതിന്റെ കഴിഞ്ഞു പോകൽ സംസാരത്തിന്റെ അകത്താണ്. ഒരു ശരീരമായി നിൽക്കുന്ന സമയത്തും ഒരു ജൈവ ഒരു എൻറ്റിറ്റി ആയിട്ട്, ജൈവസത്വമായിട്ട് ഇരിക്കുന്ന സമയത്ത് പോലും അതിന് ഈ സംസാരത്തിന്റെ അകത്ത് മാത്രമേ
ആ ജൈവസത്വമായിട്ട് നിൽക്കാൻ പറ്റുന്നത്. അപ്പം അതിൻ്റെ ആയിരിക്കൽ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു സംസാരത്തിൻ്റെ അകത്താണ്. ആ സംസാരം ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഒരു ഇമേജിനറി വേൾഡാണ്. അത് പ്രോഗ്രാംഡ് ആണ്. അത് ഇമേജിനറി ആയിട്ടുള്ള പല ഘടകങ്ങൾ കൂടിച്ചേർന്ന് നിലനിർത്തുന്ന ഒരു പ്രോസസ്സാണ്. അപ്പം ഈ സഹിക്കുന്നത് എന്തിൻ്റെ വിശേഷണമായിട്ടാണ് വരാമെന്ന് ചോദിച്ചാൽ, ഞാൻ ഇന്നലെയും ചോദിച്ച സഫറിങ്ങിനെ പറ്റി ചോദിച്ച പോലത്തൊരു കാര്യമാണ്. എന്തിൻ്റെ വിശേഷണമാണ് അത്? ഒരു ശരീരം, ബയോളജിക്കലായിട്ടുള്ള ശാരീരികമായിട്ടുള്ള ഒരു സഹനമാണ്. അതല്ല ഈ ഈ സംസാരത്തിൻ്റെ അകത്തുള്ള അതിൻ്റെ അത് ഐഡൻറ്റിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ അത് പിക്ക് ഔട്ട് ചെയ്യുന്ന എൻറ്റിറ്റികളുടെ സഹനമാണോ എന്നുള്ളത്? അതാണോ സഹനത്തിൻ്റെ ആ ഫോക്കൽ പോയിന്റുകൾ? അതാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഈ സഹിക്കുന്നത് ഈ ഭൂമിയിൽ വരികയും പിന്നെ ഭൂമിയിൽ വെച്ചാൽ ഭൂമിയിൽ ജനിക്കുകയും പിന്നെ അപ്രത്യക്ഷമാവുക അല്ലെങ്കിൽ മരിക്കുകയും ചെയ്യുന്ന ഇടയിൽ കഴിഞ്ഞു പോകുന്ന ആ സത്വങ്ങളാണ്, ആ ബീയിങ്ങുകളാണ്. ഈ സത്വങ്ങൾ എന്ന് വെച്ചാൽ ഈ ആയിരിക്കുന്ന എന്തോ അതാണ് ഈ സഹനത്തിൻ്റെ ഫോക്കൽ പോയിന്റ്. അതായത് ഒരു ശരീരം എന്നുള്ളവർക്കുള്ള അത് ശരീരം എന്നുള്ളവർക്ക് പലതരത്തിലുള്ള അഫക്ഷനിൽ കൂടിയിട്ട് അത് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പലതരത്തിലുള്ള ബാധിക്കപ്പെടലിൽ കൂടിയിട്ട് ആ എൻറ്റിറ്റി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേസമയത്ത് ഈ സംസാരത്തിൻ്റെ അകത്ത് അതിൽ പലതരത്തിലുള്ള ഇടപെടലുകളും റിലേറ്റ് ചെയ്യുന്നതിനും കൊണ്ടുണ്ടാകുന്ന സമ്മർദ്ദങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ തന്നെ അതിൻ്റെ ഫോക്കൽ പോയിന്റ് എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ അതിൻ്റെ ആയിരിക്കലിൻ്റെ ഒരു ഇതാണ്. ആയിരിക്കൽ എന്ന് പറഞ്ഞ ഒരു കടന്നു പോകലാണ്. ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നതിലൂടെ അതിങ്ങനെ ആ പാസേജ് ആണ്, കടന്നു പോകുന്നത്. അതിൻ്റെ ഒരു പാസേജ് ആണ് ഈ ആയിരിക്കൽ എന്ന് പറയുന്നത്, കഴിഞ്ഞു പോകലാണ്. അപ്പം ആ കഴിഞ്ഞു പോകല് ഓണ്ടോളജിക്കൽ, ഞാൻ ഇന്നലെ പറഞ്ഞത് ഓണ്ടോളജിക്കലാണ്. ആയിരിക്കൽ എന്നുള്ള അർത്ഥത്തിൽ അത് ഓണ്ടോളജിക്കലാണ്. അപ്പം അത് സംസാരത്തിൻ്റെ അകത്ത് ആയിരിക്കുക എന്നുള്ള ഒരു വിധി എന്ന് പറയാൻ, അല്ലെങ്കിൽ ഒരു ഫേറ്റ്, അതിൻ്റെ ഡെസ്റ്റിനി പോലെ ആണ് നമ്മൾ കാണുന്നത് ഈ മനുഷ്യജീവികളുടെ ഈ സഹനത്തിൻ്റെ സ്വഭാവം നോക്കുന്ന സമയത്ത്. അതുകൊണ്ട് സഹിക്കുക എന്നുള്ളത് അതുകൊണ്ട് എക്സിസ്റ്റൻഷ്യൽ ആയിട്ടുള്ള ഒരു മാനമായിട്ടാണ് ഞാൻ പറയുന്നത്. അതായത് അതിന് ഫിസിയോളജിക്കൽ ടേംസിലോ അല്ലെങ്കിൽ ബയോളജിക്കൽ ടേംസിലോ പിന്നെ കൾച്ചറൽ സിവിലൈസേഷണൽ ടേംസിലോ എടുക്കാൻ പറ്റുന്ന ഒന്നായിരിക്കില്ല. കാരണം ആ സിവിലൈസേഷൻ ടേംസ് ഇതൊക്കെ തന്നെ ആ ടേംസ്, ഇത്തരം ടേംസുകൾ അല്ലെങ്കിൽ ഇത്തരം കോമ്പണൻസ് ഈ ഇമാജിനറി വേൾഡ് അല്ലെങ്കിൽ സംസാരത്തിൻ്റെ സ്വഭാവം, ഫിസിക്കലായിട്ടുള്ള ഇമ്പാക്റ്റുകളുടെ, ഫിസിക്കലായിട്ടുള്ള എന്താ പറയുക ആഘാതങ്ങളുടെ ഒരു സ്വഭാവമൊക്കെ തന്നെ ഉണ്ടാക്കുന്ന അത് ജോയിൻ്റ്ലി ഓർ വേരിയസ്ലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റിലാണ് ഈ ബീയിങ്, അതായത് ആയിരിക്കൽ നടന്നു പോകുന്നത്. അപ്പൊ ആയിരിക്കലിൻ്റെ ഫോക്കൽ പോയിന്റ് ആരാണോ ആയിരിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ശരീരമാണോ അല്ലെങ്കിൽ ഒരു കൾച്ചറലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു ഐറ്റം ആണോ എന്ന് പറയാം, അല്ലെങ്കിൽ പിക്ക് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണോ എന്ന് പറയുന്നതിന് പകരം അതൊരു ബീയിങ്ങിൻ്റെ, ഒരു പക്ഷേ ബീയിങ് എന്നുള്ളത് ആ ബീയിങ് എന്ന് വെച്ചാൽ
അത് റിലീസ് ചെയ്തിട്ടില്ലെങ്കിലും അത് അതിന്റെ ആയിരിക്കലിനെ, അതിന്റെ കഴിഞ്ഞു പോകലിനെയാണ് അത് ക്വാളിഫൈ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ നോക്കേണ്ട, ഞാൻ നോക്കുന്നത് വെച്ചാൽ കൾച്ചറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ടെക്സ്ച്വൽ ആയിട്ടുള്ള, ഭാഷാപരമായിട്ടുള്ള, മറ്റു തരത്തിലുള്ള തിയറിറ്റിക്കൽ ആയിട്ടുള്ള പെർസെപ്ഷനിൽ കൂടിയിട്ട് നമുക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ആക്സസിബിൾ അല്ലാത്ത ഒന്നായിട്ടാണ് ഞാൻ ഈ ബീയിങ്ങിന്റെ അല്ലെങ്കിൽ സത്വങ്ങളുടെ ഈ സഹനത്തിന്റെ ആക്സസിബിൾ ആയിക്കൊണ്ട് സഹനത്തിന്റെ സ്വഭാവം എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സംസാരത്തിന്റെ അകത്ത് തന്നെ നിന്നുകൊണ്ട് ഈ സഹനത്തിനെ നോക്കാൻ, സഹനം എന്നുള്ള ഞാൻ പറഞ്ഞ സാധാരണ രീതിയിൽ സഹിക്കുക എന്നുള്ള ആ വാക്കിനല്ല ഞാൻ അവിടെ ഉപയോഗിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പ്രകാരം അത് ഈ സംസാരത്തിന്റെ അകത്ത് തന്നെയുള്ള അതിനെ തിരിച്ചറിയുക എന്നുള്ളത് ആ സംസാരത്തിനെ റിപ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സായിട്ട് ഞാൻ എടുക്കുന്നത്. സംസാരത്തിനെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന, അതിൽ നിന്ന് പുറത്ത്, ആ ചക്രത്തിന് പുറത്ത്, ആ സംസാര ചക്രത്തിന് പുറത്ത് ആണ് അതിൻ്റെ ഒരു പ്രസക്തി ഞാൻ കാണുന്നത്. ഈ സഹനത്തെ പറ്റിയുള്ള അന്വേഷണം നമ്മൾ മനസ്സിലാക്കാനുള്ള നമ്മുടെ ശ്രമങ്ങളുടെ പ്രസക്തി ആ സംസാര ചക്രത്തിന് പുറത്ത് നിന്നുകൊണ്ട് അതിൽ നിന്ന് നമ്മൾ അതിൻ്റെ നോട്ടങ്ങൾ, അത് നമുക്ക് തരുന്ന നോട്ടങ്ങളുടെ ഒരു പോയിന്റ്, ആ നോട്ടങ്ങളുടെ ആ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ഉപേക്ഷിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നായിട്ടാണ് ഞാൻ ഈ സാധനത്തെ പറ്റിയിട്ടുള്ള അതിനത്തെ മനസ്സിലാക്കാനുള്ള ഒരു ശ്രമത്തെ ഞാൻ ക്വാളിഫൈ ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് അതൊരു പ്രധാനപ്പെട്ട ഒരു ഡിഫറൻഷിയേഷൻ ആയിട്ട് ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. സംസാരം എന്നുള്ള നോഷൻ അവിടെ അതിൽ പ്രധാനമാണ്. അപ്പം അതേ സമയത്ത് ദൈനംദിന ജീവിതത്തിൽ മനുഷ്യ അനുഭവിക്കുന്ന അല്ലെങ്കിൽ കടന്നു പോകുന്ന അല്ലെങ്കിൽ സഹിക്കുന്ന എല്ലാം തന്നെ, ആ സഹനങ്ങളെല്ലാം തന്നെ എങ്ങനെ നമ്മൾക്ക് തിരിച്ച്, അതായത് എങ്ങനെ ആ സഹനങ്ങളുടെ സ്വഭാവം, സഹനത്തിൻ്റെ എന്താണ് സഹിക്കുന്നത്, എങ്ങനെയാണ് സഹിക്കുന്നത്, അതിൻ്റെ തന്ത്രങ്ങൾ, ആവിഷ്കരിക്കുന്ന തന്ത്രങ്ങളെല്ലാം തന്നെ എക്സിസ്റ്റൻഷ്യൽ ആയിട്ടുള്ള ഒരു റെലവൻസോട് കൂടിയിട്ട്, സിഗ്നിഫിക്കൻസോട് കൂടിയിട്ട് എങ്ങനെ നമുക്ക് റീകോഗ്നൈസ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കാൻ ശ്രമിക്കുന്നത്. ഞാൻ പൂർണ്ണമായിട്ട് അതിനെപ്പറ്റി ഒരു ചിത്രം എൻ്റെ മനസ്സിലില്ല, പക്ഷേ ഡിസ്കഷനിലൂടെ അത് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ സഹനത്തിന്റെ അതിജീവനത്തിന്റെ ഇന്നലെ ചോദിച്ചപ്പോൾ അതിജീവനവും സഹനവും തമ്മിൽ ഒരു വ്യത്യാസം ഇന്നലെ എന്നെ സൂചിപ്പിക്കേണ്ടത്. ഇന്നലെയാണോ അല്ല കുറിപ്പിലാണോ എന്നറിയാം. അതിജീവനം എന്നുള്ളത് ഒരു ക്രൈസിസിൽ, ഒരു കൊളാപ്സിന്റെ കൊളാപ്സ് ഉണ്ടാവുന്ന, അല്ലെങ്കിൽ ഒരു തകരുന്ന ഒരു സിറ്റുവേഷനിലെ ഒരാളുടെ ഒരു എക്സിസ്റ്റന്റിനെ, ഒരു സ്വത്വത്തിന്റെ അല്ലെങ്കിൽ ഒരു സാമൂഹികമായ ലോകത്തിന്റെ ഒരു തകർച്ചയുടെ വക്കത്തെത്തിയ ഒരു സാമൂഹിക ലോകത്തിന്റെ, ഒരു സ്വത്വത്തിന്റെ അതിജീവനാണ് ഉദ്ദേശിക്കുന്നത്. അത് വെറും സഹനമല്ല, അത് സർവൈവ് ചെയ്യാണ്. അതിജീവിക്കുക എന്ന് പറയുമ്പം അത് ഒരു വലിയ ക്രൈസിസിനെ അതിജീവിക്കുക, ഒരു യുദ്ധത്തെ അതിജീവിക്കുക, ലോകം
ഒരു മഹായുദ്ധം ഉണ്ടായി, നമ്മൾ അതിനെ അതിജീവിക്കുകയാണ്. ഒരു ശരീരത്തിനെ സംബന്ധിച്ചോളം, ഒരു ജീവിയെ, ഒരു മനുഷ്യ സത്വത്തെ സംബന്ധിച്ചിടത്തോളം അത് പരിപൂർണമായി തകർന്നു പോകുന്ന ഒരു അവസ്ഥയിൽ എല്ലാ വഴികളും മുട്ടുന്ന സമയത്ത് സഹിക്കാൻ ഉള്ള അതിൻ്റെ ശേഷിയെ വെല്ലുവിളിച്ചുകൊണ്ട് തകർച്ചയിലെത്തുന്ന സമയത്ത് ആ തകർച്ചയിൽ നിന്ന് അതിജീവിക്കുന്നു. തകർച്ചയിൽ നിന്ന് അത് വീണ്ടും പുനഃസ്ഥിതിയിലേക്ക്, അല്ലെങ്കിൽ പൂർവ്വസ്ഥിതിയിലേക്കോ, അല്ലെങ്കിൽ പുതിയ ഒരു ഉണർവിലേക്കോ ഒരു പ്രത്യാശയിലേക്കോ കടന്നു വരുന്ന അവസ്ഥയാണ് അതിജീവനം. സാമൂഹികമായ അതിജീവനം വളരെ അപൂർവമായിട്ടുള്ള സന്ദർഭങ്ങളിൽ അങ്ങനെ സാമൂഹികമായിട്ടുള്ള അതിജീവനം വരുന്നുണ്ട്. പക്ഷേ പലതരത്തിലുള്ള പല വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിജീവനം വളരെ പല പല വിഭാഗങ്ങളെ പറ്റി എന്നെ സംബന്ധിച്ചിടത്തോളം, അതായത് മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പുകൾ, ആനുകൂല്യങ്ങൾ മുഴുവനും നിഷേധിക്കപ്പെട്ടവർ, ഇല്ലാത്തവര്, അവരൊക്കെ തന്നെ അവരുടെ അതിജീവനം എന്നുള്ളത് വളരെ, അവർ വെറും സഹിക്കുക മാത്രമല്ല ചെയ്യുന്നത്, സാധാരണ രീതിയിലുള്ള സഹനമല്ല, അവരെ സംബന്ധിച്ച അതിജീവനാണ് പ്രധാനം. പക്ഷെ അതിജീവനം ചിലപ്പോൾ സാധിക്കാതെ വരുന്ന സമയത്ത് തകർന്ന് അങ്ങനെ തന്നെ അതിജീവനം അതിജീവിക്കാതെ നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും. ഉദാഹരണത്തിന് പ്രകൃതിപരമായിട്ടുള്ള പരിസ്ഥിതിപരമായിട്ടുള്ള എക്സ്പ്ലോയിറ്റേഷനും നശീകരണങ്ങളൊക്കെ തന്നെ ഒരു അതിജീവനത്തിന്റെ പ്രശ്നം ഉന്നയിക്കുന്നുണ്ട്. ഈ ഭൂമിയുടെ വെച്ചാൽ ഈ ചുറ്റുപാടുകളുടെ, അതിൻ്റെ എക്കോസിസ്റ്റത്തിന്റെ ഒരു അതിജീവനം. പക്ഷെ ഈ അതിജീവനം ചിലപ്പം സാധിച്ചെന്ന് വരില്ല, അത് നശിപ്പിക്കപ്പെടുക തന്നെ ചെയ്യും, ചിലപ്പോൾ അത് ജീവിക്കുന്നുണ്ടാവില്ല. അതുപോലെ മനുഷ്യ വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരാശിയെ ഒന്നടങ്കം നോക്കുമ്പോഴും ഇപ്പം എൻവയൺമെന്റൽ, ഇപ്പം പൊല്യൂഷൻ്റെ, അല്ലെങ്കിൽ ഈ ഭൂമിയുടെ തന്നെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ തുടർന്നു പോകാനുള്ള അതിൻ്റെ ശേഷി വെല്ലുവിളിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതുകൊണ്ട് അത് അതിജീവിക്കണം എന്നില്ല. ചിലപ്പം ഭൂമി വരും പൂർണ്ണമായി നശിപ്പിക്കപ്പെടാം. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അതിജീവനം എന്നുള്ളത് ചിലപ്പം സാധിക്കണം എന്നില്ല. പക്ഷെ അതിജീവനത്തിന്റെ പ്രശ്നം, അതിജീവനം എന്നുള്ള പ്രശ്നം അവിടെ ഉണ്ടായിരിക്കും, അത് ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അതിന് അതിജീവിക്കാൻ സാധിക്കോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു പ്രശ്നമാണ്. അപ്പൊ അതിജീവനത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും അതുപോലെ ഉണ്ടാവും. ഇതൊക്കെ തന്നെ ഈ രണ്ട് ആസ്പെക്റ്റുകളും ഞാൻ ആയിരിക്കലിന്റെ ഈ രണ്ട് ആസ്പെക്റ്റിൽ ആയിരിക്കലിനോടാണ് ഞാൻ ചേർത്ത് വെക്കാൻ ശ്രമിക്കുന്നത്. അതിജീവിക്കൽ എന്ന് പറയുന്നത്, അവിടെ ഈ ആയിരിക്കലിനെ സംബന്ധിച്ചുള്ള അതിജീവിക്കൽ എന്ന് പറയുന്നത് അത് അതിൻ്റെ ആയിരിക്കുന്നതിനെതിരായ വെല്ലുവിളികളെ അത് അതിജീവിക്കുക എന്നുള്ളത്. അത് ഇല്ലാതെ ആ കഴിഞ്ഞു പോകല്, ആ കഴിയാതെ പോകുന്ന അവസ്ഥയെ അത് മറികടക്കുക എന്നുള്ളതാണ്. അത് സഹിക്കുക എന്നുള്ളത് ഈ കഴിഞ്ഞു പോകല് തന്നെ ഒരു സൈക്കിളാണ്. ഇപ്പൊ ഞാൻ പറയാം, കഴിഞ്ഞു പോകലില് നേരത്തെ പറഞ്ഞ ഡ്യൂറേഷൻ എന്നുള്ള ഡ്യൂറേറ്, അതായത് ലാസ്റ്റിംഗ് എന്നുള്ളത്, കഴിഞ്ഞു പോകൽ എത്രത്തോളം പോകാൻ പറ്റുമോ അതുപോലെ അത്രത്തോളം അത് കഴിഞ്ഞു പോകാന്ന് പറഞ്ഞാൽ അത്രത്തോളം അത് സഹിച്ചു പോകാന്നുള്ളത്, അത് സഹിക്കുകയാണ്, ആ ജീവിതത്തിൽ സഹിക്കുകയാണ്. പക്ഷെ ഞാനത് പറയുന്ന സമയത്ത് തന്നെ ഈ ജീവിക്കുന്നതിൻ്റെ പ്രഷർ, രസവും നേട്ടങ്ങൾ, അങ്ങനെയുള്ള പല കാര്യങ്ങളും അച്ചീവ് ചെയ്യുന്ന ഒരു ശരീരം, അല്ലെങ്കിൽ ഒരു സ്വത്തം ആർജിക്കുന്ന മറ്റു പല കാര്യങ്ങളെ പറ്റി ഞാൻ
അത് ഇല്ല എന്നോ നിഷേധിക്കുകയോ ചെയ്യുന്നില്ല. ഞാൻ അതിൽ ഫോക്കസ് ചെയ്യുന്നില്ല എന്ന് മാത്രം. ഞാൻ സഹനത്തിന്റെ ആസ്പെക്റ്റിൽ അതിജീവനത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നു. അപ്പൊ ഇത്രയും ഞാനതൊരു ഏകദേശ രൂപത്തിൽ ഇത് പറഞ്ഞെന്നുള്ളത്. ഇനിയും പക്ഷെ ഇനിയും അത് സ്വീകരിക്കാവുന്നതാണ്. പക്ഷെ ഞാൻ ഇത്രയും പറഞ്ഞിട്ട് ഞാൻ ഈ ചർച്ചക്കായിട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം, എന്താണ് മനുഷ്യർ സഹിക്കുന്നത്, എങ്ങനെയാണ് അവർ സഹിക്കുന്നത്? മനുഷ്യർ എന്ന് പറഞ്ഞാൽ ആരാണ് ഈ സഹിക്കുന്നത്? അല്ലെങ്കിൽ എന്താണ് സഹിക്കുന്നത് വെച്ചാൽ, സഹിക്കുന്നതിന്റെ കോണ്ടെക്സ്റ്റ്, അല്ലെങ്കിൽ അത് കോണ്ടെക്സ്റ്റ് എന്ന് വെച്ചാൽ സഹിക്കുന്നത് എന്തിനെ അപേക്ഷിച്ചാണ് മനുഷ്യർ സഹിക്കുന്നത് എന്നുള്ളതും, എന്താണ് സഹിക്കുന്നുള്ള മറ്റൊരർത്ഥത്തിൽ ആരാണ്, അല്ലെങ്കിൽ ഏതൊരു എൻറ്റിറ്റിയാണ് ഈ സഹിക്കുന്നത്? ഇത്തരം ചോദ്യങ്ങൾ വളരെ റെലവൻ്റ് ആണ്. അത് അതില് ലിംഗപരമായിട്ടുള്ള വ്യത്യാസം ഉണ്ടാവാം, പിന്നെ ഏജിന്റെ വ്യത്യാസം ഉണ്ടാവാം, വർഗങ്ങളുടെ വ്യത്യാസം ഉണ്ടാവാം, അങ്ങനെ പലതരത്തിലുള്ള തലങ്ങളിൽ മനുഷ്യരുടെ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ അതിനുപരി ഞാൻ നേരത്തെ ഇന്നലെയൊക്കെ പറഞ്ഞ പോലെ, അതിനുപരി ആരാണ് ഈ ഐഡന്റിറ്റി? അത് ഐഡന്റിറ്റി, ഉദാഹരണത്തിന് ഒരു ഐഡന്റിറ്റിയിൽ നിൽക്കുന്ന ഒരാളാണോ അത് സഹിക്കുന്നത്? അത് അങ്ങനെയാണോ സഹനത്തിനെ മനസ്സിലാക്കേണ്ടത്? വ്യക്തിപരമായ സഹനം എന്ന് പറയുമ്പം ഇന്ന പേരുള്ള ആള്, സമൂഹത്തിൽ ഇന്ന ഐഡന്റിറ്റി ഉള്ള ആള് സഹിക്കുന്നത്, ആ സഹനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓരോ വ്യക്തികൾക്കും ഓരോ തരത്തിലുള്ള സഹനമുണ്ട്. പക്ഷെ അതിനെ എങ്ങനെ നമ്മൾ മനസ്സിലാക്കുക എന്നാണ്. എന്താണ് അതിൻ്റെ, അത് എങ്ങനെ നമ്മൾ പ്ലേസ് ചെയ്യുക, അതിനെ എങ്ങനെ സിറ്റുവേറ്റ് ചെയ്യുക? ഞാൻ കുറിപ്പിൽ പറഞ്ഞ പ്രകാരമാണെങ്കിൽ അത് ഈ ഈ സഹനം ഓരോ വ്യക്തിയിലും, വ്യക്തി എന്ന് വെച്ചാൽ ഓരോ സത്വത്തിലും ഒരു സഹനത്തിന്റെ ഒരു ഗ്രാഫ് ഉണ്ടാക്കുന്നുണ്ട്, വ്യത്യസ്തമായ ഗ്രാഫ് ഉണ്ടാക്കും. അതൊന്നും തന്നെ ഒരു സ്റ്റാൻഡേർഡിനെ ആശ്രയിച്ച് നിൽക്കുന്ന ഒന്നല്ല, അതിനൊരു നിലവാരം ഉണ്ടാവണമെന്നില്ല. ഓരോ സഹനത്തിന്റെ ഓരോ ദൃഷ്ടാന്തവും വളരെ അദ്വിതീയമായിട്ടുള്ള സ്വഭാവമുള്ളതായിരിക്കും. അതാണ് എക്സിസ്റ്റൻസിന്റെ ഒരു പ്രധാന സവിശേഷതയായിട്ട് ഞാൻ കാണും. അതായത് ഈ കഴിഞ്ഞു പോകലിന്റെ, ആയിരിക്കലിന്റെ, അതായത് ഭൂമിയിൽ ഉണ്ടായി വന്ന ഈ സത്വങ്ങൾ അത് ആയിരിക്കുന്നതിൽ വളരെ അദ്വിതീയമായ ഒരു സ്ഥാനമുള്ള ആളാണ്. അതിൻ്റെ സഞ്ചാരം അദ്വിതീയമായ ഒന്നാണ്, അതിന് മാത്രം യുണീക്കായിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് അതാണ് ഞാൻ കുറിപ്പിൽ പറഞ്ഞ പോലെ, അതൊരു വ്യക്തത, അതിൻ്റെതായ വ്യക്തത എന്ന് പറയുന്ന ഡിഫറൻഷിയേഷൻ ആയാൽ അത് ഡിഫറെൻ്റ് ആണ് ഫ്രം ഈച്ച് അതർ എൻറ്റിറ്റീസ്. എൻറ്റിറ്റി മീൻസ് ഈച്ച് അതർ ബീയിങ്സ്, സത്വങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. അതാണ് അതിൻ്റെ. അതുകൊണ്ട് ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു സഹനത്തിന്റെ യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഇല്ല. എന്താണ് സഹനത്തിന്, ഇതാണ് ഈ സഹനത്തിന്റെ സവിശേഷത. ഇപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അതിനൊരു ഗ്രേഡിങ് കൊടുക്കുക, അല്ലെങ്കിൽ ഗ്രഡേഷൻ കൊടുക്കുക എന്നുള്ളത്
ഗ്രേഡ് കൊടുക്കുക എന്നുള്ളത് തിരികെ അപ്രസക്തവും അസാധ്യമാക്കുന്ന ഒരു അവസ്ഥയാണ് ഈ കഴിഞ്ഞു പോകുന്നത് ആയിരിക്കലിന്റെ ഒരു സ്ഥിതിവിശേഷം എന്ന് പറയുന്നത്. അപ്പം അത് എങ്ങനെയാ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരാളുടെ ഐഡന്റിറ്റി ഉണ്ടാക്കുന്ന ഒന്നല്ല. അത് ഐഡന്റിറ്റി ഞാൻ പറഞ്ഞ ഈ സംസാരത്തിന്റെ അകത്ത് ആളുകൾക്ക് ഓരോ ആളിനും ഒരു ഐഡന്റിറ്റി ഉണ്ടാവും. അത് പ്രത്യേക രീതിയിൽ സാമൂഹികമായി മാർക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. ഒരു പേരോടുകൂടി സ്വഭാവവിശേഷങ്ങൾ അല്ലെങ്കിൽ സമൂഹം റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ചില സ്വഭാവവിശേഷങ്ങൾ കൂടിയിട്ട് അത് മാർക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതിന്റെ വ്യക്തത എന്ന് പറയുന്നത് അതിന്റെ എക്സിസ്റ്റൻഷ്യൽ ആയിട്ടുള്ള അതിന്റെ ആയിരിക്കലിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വ്യക്തത എന്നുള്ളത് ഇത്തരത്തിലുള്ള റെക്കഗ്നിഷൻസ് അല്ല, ഇത്തരത്തിലുള്ള ഈ മാർക്കുകളല്ല. പകരം അതൊരു ബീയിങ് എന്ന നിലക്ക്, ഒരു സത്വം എന്ന നിലക്ക് കടന്നു പോകുന്ന ഈ ആയിരിക്കലിന്റെ ഈ സഞ്ചാരപഥത്തിന്റെ ഈ ആയിരിക്കലിന്റെ ഈ എന്താ പറയാ ഈ കഴിഞ്ഞു പോകലിന്റെ ഒരു ഞാനതിനെ ഒരു ഫിഗർ എന്നാണ്, കൺഫിഗറേഷൻ. അതിൻ്റെ ഒരു കൺഫിഗറേഷൻ അല്ല, അതിൻ്റെ ഒരു ഫിഗർ, അതിൻ്റെ ഒരു ആകൃതി, അതിനൊരു പ്രത്യേക യുണീക്കായിട്ടുള്ള ഒരു ആകൃതിയാണ് ഞാൻ അവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരാളുടെ ശാരീരികമായ സവിശേഷതകൾ അത് ഐഡന്റിഫൈ ചെയ്യാനുള്ള ചില ശാരീരികമായ മാർക്കുകൾ, അയാളുടെ സാമൂഹികമായ അല്ലെങ്കിൽ കൾച്ചറലായിട്ട് അയാൾക്ക് കിട്ടിയിട്ടുള്ള പലതരത്തിലുള്ള ക്യാരക്ടറൈസേഷൻസ്, ഇതൊന്നുമല്ല ഞാൻ ഈ കഴിഞ്ഞു പോകേണ്ട യുണീക്ക്നെസ്സിന്റെ ആയിട്ട് എടുക്കുന്നത്. പക്ഷെ അയാളുടെ ഈ ഞാൻ ഈ പറഞ്ഞ സത്വത്തിന്റെ ഈ കഴിഞ്ഞു പോകലിൽ ഉണ്ടായിട്ടുള്ള കഴിഞ്ഞു പോകുന്നതിന്റെ പ്രത്യേകിച്ച് ആ സഹനത്തിന്റെ ആ ഡ്യൂറേഷന്റെ ലാസ്റ്റ് ചെയ്യുന്നതിന്റെ ഒരു യുണീക്ക്നെസ് ആണ്. ഓരോന്നും ആ പ്രത്യേക രീതിയിൽ അത് ലാസ്റ്റ് ചെയ്യുന്നതിന്റെ പ്രകാരമാണ്, ആ മോഡാണ് ഞാനവിടെ അതിന്റെ എക്സിസ്റ്റൻഷ്യൽ ഐഡന്റിറ്റി ആയിട്ട് ഞാൻ കൊടുക്കാം. നോട്ട് സോഷ്യൽ ഐഡന്റിറ്റി ഓർ സം ബോഡിന്റെ ഐഡന്റിറ്റി. എക്സിസ്റ്റൻഷ്യൽ ഐഡന്റിറ്റി ഞാൻ ഒരു പേര് ഒരു കൺസെപ്റ്റ് പറഞ്ഞെന്നുള്ളൂ. പക്ഷെ അതല്ല പോയിന്റ് അവിടെ. അതുകൊണ്ട് ആ സാധനത്തിന് അങ്ങനെ ഒരു വ്യക്തിയുടെ സൈക്കോളജിക്കൽ, ഫിസിയോളജിക്കൽ, കൾച്ചറൽ, സോഷ്യൽ ആയിട്ടുള്ള ഒരു രീതിയിൽ വിവരിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് ഞാൻ എടുക്കുന്നില്ല. ഇറ്റ് ഷുഡ് ബി സംതിങ് ലെഫ്റ്റ് ടു ഇറ്റ് സെൽഫ്. ആൻഡ് അത് തന്നെ ഈ സംസാരത്തിന്റെ ഈ ഡയഗ്രത്തിന്റെ അകത്ത് അല്ലാതെ ആ ചക്രത്തിൽ നിന്ന്, ആ സംസ്കാര ചക്രത്തിൽ നിന്ന് മാറിയുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെ തെല്ലിടെങ്കിലും നേരത്തേക്ക് ഡ്രോപ്പ് ചെയ്തുകൊണ്ട് സ്വയം നോക്കുമ്പോൾ മാത്രം മനസ്സിലാക്കുന്ന ഒന്നാണ് ഈ സാധനത്തിന്റെ ഇത്. അല്ലെങ്കിൽ ഈ സാധനത്തിന് നമ്മൾ കൊടുക്കുന്നത് ഒരു സാമൂഹികമായ അർത്ഥമാണ്. ആ അർത്ഥത്തിന് ഞാൻ പറഞ്ഞത് സാമൂഹികമായ സാധനത്തിന്റെ സ്വഭാവം വരുന്നു. അതായത് ഞാൻ പറഞ്ഞ മനസ്സിലാവുണ്ടോന്ന് അറിയില്ല. സാമൂഹികമായ സാധനം എന്ന് പറയുന്നത് സോഷ്യൽ സോഷ്യലി എൻഡ്യൂറിങ് എന്ന് പറയുന്നത് എൻഡ്യൂർ ചെയ്യുന്നതിന്റെ നിലവാരം ഉണ്ടാക്കലാണ്. എൻഡ്യൂർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന്, ആ സാധനത്തിന് ഒരു നിലവാരം ഉണ്ടാക്കുക. people bear things, endure similarly. People bear things in a certain way. People ought to bear certain things in a particular way. They should endure it in such and such way. അത് അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ, എന്താ പറയുക,
ഇൻസ്ക്രിപ്ഷൻ പ്രിസ്ക്രിപ്ഷൻസ് അടങ്ങുന്ന ഒന്നാണ് സാമൂഹികമായ സഹനത്തിന്റെ ഒരു സ്വഭാവം. അത് വാസ്തവത്തില് അതില് ആ സാധനത്തിന്റെ അല്ലോ ഞാൻ സംസാരത്തിന്റെ കാര്യത്തിൽ ഇന്നലെ പറയാൻ ഉദ്ദേശം പക്ഷെ വിട്ടുപോയത് ഒരു കാര്യം എന്ന് വെച്ചാല് ഈ സാമൂഹികമായ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഇമാജിനറി പ്രോഗ്രാംഡ് ആയിട്ടുള്ള ഇമാജിനറി വേൾഡ്, സോഷ്യൽ വേൾഡ് എന്ന് പറയുന്നത്, സോഷ്യൽ വേൾഡ് എന്നുള്ള ഒരു പ്രോഗ്രാംഡ് ഇമാജിനറി അൺഓതേർഡ് പ്രോഗ്രാമിങ്ങിന്റെ ഫലമായിട്ടുള്ള ഒന്നാണ് സോഷ്യൽ വേൾഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള ആളുകളുടെ ഏഹ്, ഏഹ്, ആ കഴിഞ്ഞു പോകൽ ആയിരിക്കൽ പല ആളുകളെയും കുറെ ആളുകളെ മറ്റുള്ള കുറെ ആളുകളെക്കാൾ പ്രിവിലേജ്ഡ് ആക്കുന്നുണ്ട്. ഇതാണ് ഒരു നമ്മൾ കാണുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഈ കഴിഞ്ഞു പോകൽ അവിടെ ഡിഫറൻഷ്യൽ മാത്രമല്ല ഒപ്പോസിഷനിലും കൂടിയിട്ടാണ്. അതായത് പ്രിവിലേജ്ഡ് ആയിട്ടുള്ള അത് ചില ആളുകളെ പ്രിവിലേജ്ഡ് ആക്കുന്നുണ്ട് മറ്റുള്ളവർക്ക് എതിരായിട്ടെന്നുള്ളത്. ആ പ്രിവിലേജിന്റെ അതേപോലെ തന്നെയാണ് ഈ സഹനത്തിന്റെ കാര്യത്തിൽ ഞാൻ ഇന്നലെ പറഞ്ഞതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് എടുക്കുകയാണെങ്കിൽ സഹനത്തിന്റെ കാര്യത്തിൽ ഈ നിലവാരങ്ങൾ വരുന്ന സമയത്ത് സഹനത്തിന്റെ ഒരു പറ്റിയുള്ള ഒരു കാൽക്കുലേഷൻ വരുന്ന സമയത്ത് അത് ചില ആളുകളെ മറ്റുള്ളവരെക്കാളും പ്രിവിലേജ്ഡ് ആക്കുന്നുണ്ട്. ഇതാണ് അതിലെ ഒപ്രസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒപ്പോസിഷണൽ ആയിട്ടുള്ള ഒരു വശമായിട്ട് വരുന്നത്. അതുകൊണ്ട് സാമൂഹികമായ സഹനം എന്നുള്ളത് വസ്തുത്തില് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഓരോ സത്വങ്ങളുടെയും സഹനത്തിന്റെ ജൈവലേഖനം അതിന്റെ ഒരു ഗ്രാഫ് എന്ന് വളരെ വ്യത്യസ്തമാണ്. അപ്പൊ എന്ന് വെച്ചാൽ നമ്മുടെ ഈ തരത്തിലുള്ള ഒരു കോൺട്രഡിക്ഷൻ എപ്പോഴും ആ അത് ഞാൻ വ്യക്തി സംഭവം എന്നുള്ള അർത്ഥത്തിലല്ല. ഞാൻ ഇന്നലെ പറഞ്ഞ പ്രകാരം നോക്കിക്കഴിഞ്ഞാൽ അവിടെ വ്യക്തി സംഭവം എന്ന് പറഞ്ഞിട്ടുള്ള ഡുവാലിറ്റി തന്നെ അത് ഡുവലിസമോ ഡുവാലിറ്റിയോ ഇല്ല, നിലനിൽക്കുന്നില്ല. അവിടെ സമൂഹം ഇല്ലാത്തതുകൊണ്ട്, സമൂഹം നിലനിൽക്കാത്ത റിയൽ അല്ലാത്ത ഒന്നുകൊണ്ട് അതൊരു ഫാൻഡം രീതിയിലുള്ള ഒന്നായതുകൊണ്ട് ഞാൻ സമൂഹത്തിനെ അവിടെ വ്യക്തിക്കെതിരായിട്ട് ഒന്നായി നിർത്തുന്നില്ല. വ്യക്തിയും അതുപോലെ തന്നെ ഒരു ഇമാജിനറി ആയിട്ടുള്ള ലോകത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് വ്യക്തിയെയും ഈ സമൂഹത്തിൽ വ്യക്തി സമൂഹം തുടങ്ങിയിട്ടുള്ള ഇത്തരത്തിലുള്ള എന്താണ് ഈ കോംപ്ലിമെന്ററി ഈ കൺസെപ്റ്റുകൾ ഉപയോഗിക്കുന്നതിന് പകരം ഈ അല്ല അതിനെ കോംപ്ലിമെന്ററി ആയിട്ടുള്ള ഒരു തലത്തിനെ നോക്കുന്നതിന് പകരം ഈ സത്വത്തിന്റെ ആയിരിക്കലിന്റെ യുണീക്ക് ആയിട്ടുള്ള ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഈ പാസേജ് അതുപോലെ തന്നെ സാമൂഹികമായ സാധനത്തിന്റെ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള പാസേജ് ദാറ്റ് മേക്സ് few people privileged against others എന്നുള്ളതും കാണാൻ പറ്റുന്ന ഞാൻ പിന്നെ സ്ട്രാറ്റജിയെ പറ്റി പറയുന്നത് ഇത് ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ വരുന്ന ഇങ്ങനെ പറയും. അതൊന്നും ഈ സിസ്റ്റമാറ്റിക് ആയിട്ട് ചിന്തിച്ചിട്ട് പറയുന്നല്ല, സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ചിന്തകൾ ഇങ്ങനെ ഷെയർ ചെയ്യണം, അപ്പം വരുന്ന ചിന്ത. മറ്റത് ഈ സ്ട്രാറ്റജിയെ പറ്റിയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ എങ്ങനെയാണ് ആളുകൾ സഹിക്കുന്നത്. എന്താണ് സഹിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ഉപജീവനം മുട്ടിപ്പോവുക, ഇത്തരം കാര്യങ്ങൾ ആളുകൾ സഹിക്കുന്നുണ്ട്. ജോലി ഇല്ലാതിരിക്കുക, ചില കാര്യങ്ങൾ ചില തങ്ങൾ ഇടപെടുന്ന വൃത്തങ്ങളിൽ അംഗീകരിക്കാതിരിക്കപ്പെടുക, നമ്മൾ നിത്യേന ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതിരിക്കുക, ഇങ്ങനെ ഒരുപാട്
കാര്യങ്ങളുണ്ട്. അത് വെച്ചാൽ വ്യത്യസ്തവും അങ്ങനെ വിവിധ പിന്നെ വ്യാപകമായ ഒരുപാട് കാര്യങ്ങളിൽ ഇങ്ങനെ ഈ പിഴ അപേക്ഷിച്ചുകൊണ്ട് സഹനം സഹിച്ചുകൊണ്ടിരിക്കാൻ ആളുകൾ സഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ബാധ്യസ്ഥരായിട്ട് ഇരിക്കുന്നുണ്ട്, സഹിക്കാൻ ബാധ്യസ്ഥരായിരിക്കുന്നുണ്ട്. പക്ഷെ എങ്ങനെയായിരിക്കും ഇവര് ഈ ആളുകൾ ഇങ്ങനെ എങ്ങനെയായിരിക്കും ഇതിനെ സഹിക്കുന്നുണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ചിലപ്പോ ഇങ്ങനെ തമാശയായിട്ട് പറഞ്ഞ സാധനത്തിന്റെ ഒരു ഇൻഡസ്ട്രി തന്നെ ചിലപ്പോൾ ലോകത്തുണ്ടായിട്ടുണ്ടാവും. ആളുകള് സഹിക്കാൻ വേണ്ടിയിട്ട്, ആളുകളെ സഹിക്കാൻ സാമൂഹികമായി തയ്യാറാക്കുന്ന ഒരുപാട് വ്യാപാരങ്ങൾ നടക്കുന്നുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. അത് പലതരത്തിലുള്ള വ്യാപാരം, ഇപ്പോൾ കൾച്ചറൽ വ്യാപാരം ഉണ്ടാവും, ശരിക്ക് അതിന്റെ പ്രോഡക്ട്സ് മറ്റേ മറ്റു രീതിയിലുള്ള കച്ചവട രീതിയിൽ, അതായത് പ്രൊഡക്ഷന്റെ രീതിയിൽ ഓരോ ആർട്ടിഫാക്ട്സ്, ഓരോ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് അതിന്റെ ഉപഭോഗത്തിലൂടെ ആളുകളെ സഹിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഇപ്പൊ സിനിമ തുടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള സാധനങ്ങൾ, കൾച്ചറലായിട്ട് മതം, ദൈവവിശ്വാസം, ഇങ്ങനെ ഒരുപാട് നമ്മൾ നോക്കി കഴിഞ്ഞാൽ സാധനത്തിന്റെ ഈ സ്ട്രാറ്റജികൾ അല്ലെങ്കിൽ അതിന്റെ രീതികൾ ഈ കഴിഞ്ഞാല് അതാണ് ലോകത്തിൽ ഒരു പക്ഷേ സിവിലൈസേഷനിലെ ഏറ്റവും അധികം കൺസ്യൂം ചെയ്യപ്പെടുന്നത് എന്നുള്ളത് ആണ് നമ്മൾ അത്ഭുതപ്പെടുത്തേണ്ടത്. എന്നുവെച്ചാല് പീപ്പിൾ ആർ ഈ കഴിഞ്ഞു പോകാൻ പീപ്പിൾ ആർ ബിയറിങ് ഇറ്റ്, എൻഡ്യൂറിങ് ഇറ്റ്. ഹൗ ഡു ദേ എൻഡ്യൂർ ഇറ്റ്? ദേ എൻഡ്യൂർ ഇറ്റ് ബൈ മീൻസ് ഓഫ് സോ മെനി ഡിഫറെന്റ്, എന്താ പറയുക, ഈ രീതിയിലുള്ള ആത്മീയ എന്ന് പറയുന്ന, കൾച്ചറൽ ആയിട്ടുള്ള, റിലീജിയസ് എന്ന് പറയുന്ന, മാർക്കറ്റ് എന്ന് പറയുന്ന, മറ്റു തരത്തിലുള്ള ഏതൊക്കെ രീതിയിലാണോ അവർക്ക് ഈ ഉദാഹരണത്തിന് നിങ്ങൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു, നിങ്ങൾ സത്യം നിങ്ങളുടെ നേർക്ക് നേരായിട്ട് നിങ്ങളോട് കാര്യങ്ങൾ നിങ്ങളെപ്പറ്റി തന്നെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. കാരണം ഈ അവസ്ഥ നിങ്ങൾ സഹിക്കുന്നതിനെ പറ്റി തന്നെ ആയിരിക്കും നിങ്ങളോട് അത് പറയുന്നുണ്ടാവുക. നിങ്ങളുടെ സഹനത്തിനെ പറ്റിയിട്ടായിരിക്കും. ആ സഹനത്തിന്റെ സത്യാവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. അത് സഹനത്തിന്റെ പറ്റി തന്നെ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞാൽ സഹിക്കാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ റിലീജിയൻ അല്ലെങ്കിൽ ആശയങ്ങൾ നിലനിൽക്കില്ല. പകരം നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ പറയാം, ബുദ്ധമതത്തിന് ഇന്ത്യയിൽ നിന്ന് ആട്ടിപ്പായിച്ച് മനുഷ്യർ ഏതാണ്ട് തുരത്തി വിടുന്നു. പക്ഷെ അവർക്ക് ഒരുപാട് കെട്ടുകഥകൾ ഇരുന്ന മതങ്ങൾ ഇവിടെ നിലനിൽക്കുന്നു. അതാണ് ഈ രീതിയിലാണ് ആളുകൾ ആശയങ്ങള്, സിനിമകള്, മറ്റ് എല്ലാ മാധ്യമങ്ങളെക്കാളും സിനിമ ഭയങ്കരമായിട്ട് എന്താ പറയാ മനുഷ്യര് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ ഇപ്പം സയൻസ് അതുപോലെ, അല്ലെങ്കിൽ സയൻസോ അല്ലെങ്കിൽ തരത്തില് ഒരു നിർദാക്ഷിണ്യമായിട്ടുള്ള ചില ഫാക്റ്റുകളെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന പീപ്പിൾ വിൽ നോട്ട് അക്സെപ്റ്റ് മീൻസ് പീപ്പിൾ വിൽ അവരവരെ മുഖം തിരിച്ചു കളയുന്ന ഒരവസ്ഥ. അതായത് സയനത്തിന്റെ സ്ട്രാറ്റജീസ് എന്താണെന്ന് അത് ഇൻഡിവിജ്വൽ ലൈഫിലും സാമൂഹികമായിട്ട് പ്രൊവൈഡ് ചെയ്യപ്പെടുന്ന മീൻസ് ആണത്. സോ പീപ്പിൾ കൺസ്യൂം ദം ഫോർ എൻഡ്യൂറിങ് ദംസെൽവ്സ്. അവരുടെ അപ്പൊ ആ എക്സിസ്റ്റൻസിന്, ആ കഴിഞ്ഞു പോകലിന്റെ ഒരു ആ സംസാരത്തിന്റെ അകത്തുള്ള ഒരു കഴിഞ്ഞു പോകലിന്റെ ഒരു വിശേഷണമായിട്ട് ഇതൊക്കെ വരുന്നുണ്ട്. തൽക്കാലം ഞാൻ ഇവിടെ നിർത്താം.
മാഷ ഖാദറാണ്. ആ ഒരു ഒറ്റ പോയിന്റ് ഒന്ന് ക്ലാരിഫൈ, അത് അങ്ങനെ പറയുന്നത് ശരിയല്ലെന്നറിയാമെങ്കിലും നമുക്ക് അപ്പോകാലിപ്സിനെ മാറ്റിവെക്കാനേ പറ്റുള്ളൂ. യു കനോട്ട് എലിമിനേറ്റ് ഇറ്റ്. ഇപ്പോ വണ്ടർ സിനിമയില് മറ്റേ എന്തായിരുന്നു സിനിമയുടെ പേര്, മെലങ്കളിയ എന്ന് പറയുന്ന സിനിമയില് ഭൂമിയെ ഒരു ഗ്രഹം ഇടിക്കും, ഒരു ചിഹ്നഗ്രഹം ഇടിക്കും എന്നുള്ള ഒരു ഒരു ആ സമയത്തുള്ള ഒരു ഷോർട്ട് ടൈമിലുള്ള മനുഷ്യന്റെ വേവലാതികളും മെലങ്കൊളിക് സ്റ്റേറ്റിനെയും ചിത്രീകരിക്കുകയും സിനിമ തീരുന്നത് ഭൂമി അവസാനിക്കുന്ന ഒരു 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 എക്സ്പ്ലോഷനിലാണ്. അപ്പൊ ഇപ്പൊ മാഷം പരിസ്ഥിതിയെ കുറിച്ച് പറഞ്ഞല്ലോ, നമുക്കിത് മാറ്റിവെക്കാമെന്നല്ലാതെ ആത്യന്തികമായി സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒന്നും. അതുകൊണ്ട് മാഷ് പറഞ്ഞ പോയിന്റ്, അതുകൊണ്ട് പിന്നെ സഹനം എന്ന് പറയുന്നതൊക്കെ ഡ്രോപ്പ് ചെയ്യാവുന്ന ഒരു പോയിന്റിലാണ് എന്നാണ് മാഷ് പറഞ്ഞതെന്നാണ് എനിക്ക് എന്താണ് അല്ല, സഹനം എന്ന് പറയുന്നത് ഇപ്പൊ അപ്പോകാലിപ്സിനെ നമുക്ക് മാറ്റിവെക്കാനേ പറ്റുള്ളൂ, ഒരിക്കലും അതിനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ഒരു ഒരു അവസ്ഥയില് ഞാൻ ജനിച്ചാൽ, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഏത് ജീവിയും ഫോർ ദാറ്റ് മാറ്റർ ജനിച്ചാൽ പിന്നെ ലിവിങ് ഫോം ഇസ് ഡെസ്റ്റിൻഡ് ടു പാസ് ത്രൂ ദിസ് ഫേസസ് ഓഫ് ലൈഫ്. അപ്പൊ മാഷ് പറഞ്ഞ പോയിന്റ് അതാണോ എന്നാണ് എന്റെ ചോദ്യം. അതായത് അപ്പൊ നമ്മൾ ഇത് ഡ്രോപ്പ് ചെയ്യാല്ലാതെ ഇതിനെ തിയറൈസ് ചെയ്യുന്നതിൽ മീനിങ് ഇല്ല എന്നാണോ മാഷ് പറഞ്ഞെന്നുള്ളതാണ് എന്റെ ഒരു ചോദ്യം. എന്ന് പറയുന്നത് തെറ്റാണ്, എന്റെ ഒരു ഇടപെടൽ. ശരി. അതിജീവനം ഇപ്പോ ഞാൻ ഇന്നലെ പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യം, ഡെത്ത് ഈസ് ദ എൻഡ് ഓഫ് സഫറിങ്. ആക്ച്വലി ഒരു കണക്കിന് ഡെത്ത് ഈസ് ദ എൻഡ് ഓഫ് സഫറിങ് എന്ന് പറയുമ്പോൾ ഈ സഹനത്തിന്റെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാല് അവിടെ സഹനം ഈ കഴിഞ്ഞു പോകലിന്റെ എൻഡിനെ അതിജീവിക്കാൻ പറ്റില്ല. എൻഡ് അവിടെ, കാരണം അതിജീവനം അപ്രസക്തമാകുന്ന, ഇപ്പൊ ഓരോ ശബ്ദത്തെ സംബന്ധിച്ചാണ് അതിജീവനം അപ്രസക്തമാകുന്ന അതിന്റെ ഡെത്താണ്, ഈ ഡസൻ സർവൈവ്. പക്ഷേ മിക്ക മതങ്ങളും അവിടെയും ആളുകൾക്ക് ഒരു പ്രത്യാശ കൊടുക്കുന്നുണ്ട്. അതായത് യു ലീവ് ആഫ്റ്റർ യുവർ ഡെത്ത് എന്നാണ്, ആഫ്റ്റർ ലൈഫ്. അത് ആ ഇമേജ് ആളുകളെ വീണ്ടും ഇതിനെ അതിജീവിക്കല്ല, ഇതിന്റെ സഹനത്തെ ഒരു തീരുമാനം കൊടുക്കുന്നു. അതുകൊണ്ട് ഈ ഞാൻ പറയുന്ന അത്തരത്തിലുള്ള ഈ പ്രത്യാശകള് ഈ മനുഷ്യർക്ക് നൽകപ്പെടുന്ന പലതരത്തിലുള്ള പ്രത്യാശകൾ, ആയിരിക്കലിനെ സംബന്ധിച്ച പ്രത്യാശകൾ അവരുടെ സഹനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു വ്യാമോഹത്തിലാണ്, ഒരു വ്യാമത്തിലാണ് നിൽക്കുന്നത് എന്നുള്ളതും, അത് ഈ പക്ഷെ ഞാനിപ്പം പറഞ്ഞതല്ല അത്, പക്ഷെ അത് ഞാൻ പല കാലത്തായി പറഞ്ഞുകൊണ്ടിരുന്ന സാധനം, അത് ഡ്രോപ്പ് ചെയ്യാന്നുള്ളത്, അത്തരത്തിലുള്ള ആ ഇമാജിനറി ആയിട്ടുള്ള ആ റലം, ഈ സംസാരം ഉണ്ടാക്കുന്ന വ്യാമോഹം ഉപേക്ഷിക്കുക എന്നുള്ള സംസാരത്തിന്റെ ആ അധിനിവേശം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻവേഷൻ അവസാനിപ്പിക്കുക എന്നുള്ളത്, അതിനെ മറികടക്കുക എന്നുള്ളത്
ഈ സഹനത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു സഹനത്തെ സംബന്ധിച്ച ഒരു ഉൾക്കാഴ്ച നമുക്കുണ്ടാവും. സഹനം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വെച്ചാൽ അതൊരു ഡെസ്റ്റിനി പോലെ കൊണ്ടുവരല്ലേ ചെയ്യുന്നത്. ഇപ്പം അപ്പോകാലിപ്സിനെ പോലെയുള്ള രീതിയിൽ എന്നെ മനസ്സിലാക്കാറില്ല, ഞാൻ ശ്രമിക്കുന്നു. ഇറ്റ് ഈസ് ഈ ഞാൻ ഒരു കാര്യം എൻ്റെ ഇടയ്ക്ക് പറയാം. അത് ഇപ്പൊ ഖാദർ ചോദിച്ചുകൊണ്ട് അത് ഒന്നുകൂടി, അതായത് ഡെത്ത് എന്നുള്ളത് ഒരു മരണം, മനുഷ്യർക്ക് സംഭവിക്കാവുന്ന മരണം ഒരു സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് നമ്മുടെ ഇമാജിനറി റിയലത്തിലാണെന്നാണ് ഞാൻ പറയുന്നത്. നമ്മുടെ സംസാരത്തിൻ്റെ അകത്തുള്ള ഒരു കാഴ്ചയിൽ നിന്നാണ് അതൊരു ഡെത്ത്, ഒരു സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ്. ഒരു സത്വത്തിൻ്റെ സഹജമായ അലർട്ട്നെസ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഡെത്ത് ആക്ച്വലി ഒരു പ്രശ്നമേ ആയിരിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ ഈ ഇപ്പം ബുദ്ധൻ എന്നത് സർവം ക്ഷണികം, സർവം ശൂന്യം, സർവം ദുഃഖം എന്നുള്ളത്, ഈ അനിത്യത എന്തുകൊണ്ടാണ് പ്രശ്നം ഉണ്ടാകുന്നത്? വൈ ഷുഡ് ബി ബോതർഡ് അബൌട്ട് ദിസ് ഇംപെർമനൻസ്? ഇംപെർമനൻസ് പ്രശ്നം ഉണ്ടാക്കുന്നത് ഇപ്പൊ ബുദ്ധന്റെ സൊല്യൂഷൻ, ബുദ്ധന്റെ ഈ അതിനെപ്പറ്റിയുള്ള പെർസെപ്ഷൻ ചിലപ്പം പ്രശ്നമായിരിക്കും. ബുദ്ധൻ പെർമനന്റ് അല്ലാത്തതിന് മേലെ ഇംപെർമനന്റ് ആയിട്ടുള്ളതിനെ പെർമനന്റ് ആയി കരുതി അതിനോട് അറ്റാച്ച് ചെയ്യുന്ന, പെർമനന്റ് ആവാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ആ രീതിയിൽ ഓറിയന്റഡ് ആവുന്ന ആണ് ദുഃഖങ്ങൾക്ക് കാരണം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മറ്റൊരു വശം അവിടെ കാണുന്നില്ല. വൈ impermanent become പ്രോബ്ലം ഫോർ ഹിം? അതായത് സർവം ദുഃഖമാണ് എന്ന് എന്തുകൊണ്ട് ബുദ്ധനെ പറയുന്നത്? അങ്ങനെ ആയിരിക്കില്ല ചിലപ്പം കാര്യങ്ങൾ നീക്കും. ഇംപെർമനൻസ് അങ്ങനെ ദുഃഖപ്പെടേണ്ട ഒരു കാര്യമേ അല്ല ചിലപ്പോൾ. കാരണം അത് വരുന്നത് ഒരു പ്രത്യേക രീതിയിലുള്ള സംസാരത്തിന്റെ പ്രത്യേക രീതിയിലുള്ള പിന്നെ അതിൻ്റെ ഒരു ക്രമത്തിൽ നിന്നാണ്, അതിൻ്റെ ഒരു കൺഫിഗറേഷൻ എന്നാണ് ഈ എന്താ പറയാ ഈ പ്രശ്നം അവതരിപ്പിക്കുന്നത്. അത് നമ്മൾ വിട്ടു കഴിഞ്ഞാൽ നമുക്ക് ഇംപെർമനൻസ് ഒരു പ്രശ്നമായിട്ട് മാറി, ഡെത്തും പ്രശ്നമായിട്ട് മാറി. സഹനം എന്നുള്ളത് ഞാൻ പറഞ്ഞതില്ല. അപ്പോൾ ഡെത്തിനെയും ഇപ്പോ സർവനാശത്തിനെ അല്ലെങ്കിൽ ഒരു ബീങ്ങിന്റെ തന്നെ എൻഡ് ഒരാൾക്ക് സഹിക്കേണ്ടി വരുന്നില്ല. അത് ഒരു മരണം എന്ന് പറയുന്നത് someone dies എന്ന് പറയുമ്പോൾ അത് അയാൾ എൻഡ്യൂർ ചെയ്യുന്നില്ല, അത് സഹിക്കുന്നില്ല. ആ രണ്ടർത്ഥത്തിലും എൻഡ്യൂർ ചെയ്യുന്നില്ല, അത് ലാസ്റ്റ് ചെയ്യുന്നില്ല. സത്യം ലാസ്റ്റ് ചെയ്യാത്ത സമയത്താണ് അത് എൻഡ് ചെയ്യുന്നത്. പക്ഷെ അത് സഹിക്കുന്നില്ല അയാൾ. സൈക്കിൾ അതുകൊണ്ട് കഴിഞ്ഞു പോകലിന്റെ സ്വഭാവമാണ്, ആയിരിക്കലിന്റെ സ്വഭാവം, ആയിരിക്കലിന്റെ ഒരു അത് ഡെത്ത് അതിൽ ഒരു പ്രധാന കോമ്പണന്റ് ആയിട്ട് വരുന്നില്ല. അതുകൊണ്ട് സൈക്കോളജിക്കൽ ഇമ്പാക്ട്, ഡെത്തിനെ സംബന്ധിച്ച സൈക്കോളജിക്കൽ ഇമ്പാക്ട് അവിടെ പ്രശ്നമില്ല. അത് പ്രശ്നമാവുന്നതിൻ്റെ കണ്ടീഷൻസ് ഞാൻ കഴിഞ്ഞ
ഇതിൽ പറഞ്ഞത് അതിൻ്റെ കണ്ടീഷൻസ് ആണ്. അത് ഉണ്ടാക്കുന്നത് ഏത് തരത്തിലുള്ള സത്വമാണ് ഇത്, എന്താണ് സത്വത്തിൻ്റെ എന്ത് തരത്തിലുള്ള സവിശേഷതകളാണ്, അല്ല എന്ത് തരത്തിലുള്ള എൻടാങ്കിൾമെൻ്റ് ആണ് അതിനെ ഇത്തരത്തിലുള്ള കൺസേൺസിൽ കൊണ്ടുവരുന്നത്, ഇത്തരത്തിലുള്ള ഒരു പങ്കപ്പാടിലേക്ക്, ഒരു ബേർഡനിലേക്ക്, സൈക്കോളജിക്കൽ ബേർഡനിലേക്ക് കൊണ്ടുവരുന്നത്. അതിൻ്റെ വിർച്വൽ ആയിട്ടുള്ള, അതിൻ്റെ വെറൈ ഇമേജിനറി ആയിട്ടുള്ള അതിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, സബ്ജക്റ്റ്, സംതിങ് അട്ടർലി അൺറിയൽ ആയിട്ടുള്ള ഒരു തലം, എക്സിസ്റ്റൻസിൻ്റെ ഒരു ക്ലാരിറ്റിയെ, അതിൻ്റെ ഒരു സിംപ്ലിസിറ്റിയെ, അതിൻ്റെ റെഡി ടു ഹാൻഡ് ആയിട്ടുള്ള, അതിൻ്റെ കയ്യിൽ ഉള്ള ഒന്നെന്നുള്ള ആൾക്ക് അതിൻ്റെ അവസ്ഥയെ അതിൽ നിന്ന് അകറ്റുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു റലം അതിനുവേണ്ടി ഉണ്ടാക്കപ്പെടുന്ന, അതാണ് ഈ പ്രശ്നങ്ങൾ. അപ്പൊ സഹനത്തിൻ്റെ അതേ സമയത്ത് ആ സഹനം അവിടെ ഒരു സഹിക്കുക എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ കഴിഞ്ഞു പോകലിൻ്റെ ഒരു അനന്യമായ ഗുണമാണ് അത്, ഈ സഹിക്കുക എന്നുള്ളത്. എവരി മൊമെന്റ് ഇറ്റ് സഹിക്കും. ഇപ്പൊ അതായത് വെറും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, നേരത്തെ പറഞ്ഞല്ല, ഈ കുറിപ്പിൽ പറഞ്ഞ പോലെ സഹനം എന്നുള്ളത് ഈ സൈക്കോളജിക്കൽ മാത്രമല്ല, ഭൗതികമായിട്ടുള്ള പല, ഇപ്പൊ നമ്മള് വിശക്കുമ്പം ഭക്ഷണം കിട്ടുന്നില്ല, അത് ഒരു സാമൂഹികമായ ഒന്നല്ല. അത് ആ അർത്ഥത്തില് നമ്മൾ കാട്ടിൽ വെറുതെ ഉപേക്ഷിക്കപ്പെട്ടാലും വിഷയമില്ല, ഒരു ഒറ്റപ്പെട്ട് കഴിയുകയാണെങ്കിലും നമുക്ക് വിശപ്പുണ്ട്, ഭക്ഷണമില്ല, സഹിക്കുക, അങ്ങനെ പല കാര്യങ്ങളുണ്ടാവും നമുക്ക് ചെയ്യാൻ പറ്റാത്ത, ഫിസിക്കലായിട്ട് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ടാവും. അപ്പൊ അതിലൊക്കെ സഹനം ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് രോഗം വരുന്നുണ്ടാവും, അല്ലെങ്കിൽ പ്രത്യേക രീതിയിലുള്ള അടിപ്പെടുന്നുണ്ടാവാം. അങ്ങനെ സഹനത്തിന്റെ പല തലങ്ങളുണ്ടാവും. അതൊക്കെ കഴിഞ്ഞു പോകലിൻ്റെ ഒരു ഇതാണ്. പക്ഷെ ഇതൊരു ആ സഹനത്തിനൊരു ഞാൻ ഇപ്പോഴത്തെ ഈ അതിനൊരു സ്റ്റാൻഡേർഡിന്റെ അകത്ത് അതിനെ കൊണ്ടുവരുന്ന ഒരു അവസ്ഥ ആണ് ഞാൻ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ളതെന്ന്. രണ്ടാമത് ആ സഹിക്കുന്നതിൽ ഈ ആ എൻറ്റിറ്റിയുടെ, ആ സത്വത്തിൻ്റെ പല ആവരണങ്ങളും, അതിൻ്റെ പല വേഷങ്ങളും, അതിൻ്റെ ഐഡന്റിറ്റികൾ, അതൊക്കെ തന്നെ അതിനെ കോംപ്ലിക്കേറ്റ് ചെയ്യുന്നത്, സങ്കീർണമാക്കുന്നത്. അതൊക്കെയാണ് ഞാൻ അങ്ങനെ സൂചിപ്പിക്കാൻ ശ്രമിച്ചത്. വ്യക്തമായിട്ട് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അല്ല, ഖാദർ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ഞാനിങ്ങനെ കുറെ ചിന്തിച്ചാണ്. ഈ വിഷയം പറ്റിയിട്ട് സംസാരിക്കുമ്പോഴുള്ളൊരു പ്രശ്നം എനിക്ക് തോന്നുന്നു വെച്ചാൽ, ഇത് ഈ എൻഡ്യൂറിങ് എന്നുള്ള ഒരു ആശയം അങ്ങനെ രീതിയിൽ ഞാൻ ഒരിടത്തും ചർച്ച ചെയ്ത് കണ്ടിട്ടില്ല. അതുകൊണ്ട് വെച്ചാൽ അതിനെപ്പറ്റി ലിറ്ററേച്ചർ അങ്ങനെ ഒന്നുമില്ല. ആളുകൾ ഇങ്ങനെ സഹനത്തിന്റെ പറ്റിയിട്ടുള്ള ലിറ്ററേച്ചർ, സർവൈവലിന് തന്നെ വളരെ കുറച്ച്, സർവൈവലിന്റെ കാര്യത്തിൽ വളരെ വ്യത്യസ്തമായ ഒരു രീതിയിൽ അതിനെ കൺസെപ്ച്വലൈസ് ചെയ്ത ആളുകളുണ്ടാവും. പക്ഷെ ഇത് സഹനം അങ്ങനെ അതൊരു സോഷ്യോളജിക്കലി നോക്കുകയാണെങ്കിൽ ഒരുപാട് ഗവേഷണം നടത്താവുന്ന കാര്യമാണ്. ആളുകൾ കൾച്ചറൽ സ്റ്റഡീസിൻ്റെ ഒക്കെ രീതിയിൽ നോക്കാവുന്ന ഒരു കാര്യമാണ് സഹനത്തിൻ്റെ. പക്ഷെ അതുകൊണ്ട് കാര്യമൊന്നുമില്ല. PhD തീസിസും പേപ്പേഴ്സൊക്കെ ഉണ്ടാക്കാം, ആർട്ടിക്കിൾസ് പബ്ലിഷ് ചെയ്യാം. സഹനവും അതിജീവനവും തമ്മിൽ എങ്ങനെയാണ് കണക്ട് ചെയ്യാൻ എനിക്ക് മനസ്സിലായില്ല. ഒന്ന് പറയാൻ പറ്റുമോ?
വ്യത്യാസമാണോ അല്ല കണക്ട് ചെയ്യുന്നത്? എങ്ങനെ വ്യത്യാസമാണോ ചോദിച്ചത്? അല്ല, വ്യത്യാസമാണോ, എങ്ങനെയാണ് ഇത് രണ്ടും ഒരുമിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നതെന്ന്? അങ്ങനെ ശരി. നേരത്തെ പറഞ്ഞ പോലെ ഈ ആയിരിക്കൽ, അത് കഴിഞ്ഞു പോകൽ ഒരു സത്വത്തിന്റെ ആയിരിക്കലിൽ ആയിരിക്കുന്നതിന്റെ സ്വഭാവവിശേഷമായി വരുന്ന ആസ്പെക്റ്റുകളായിട്ടാണ് ഞാൻ ഈ സഹനത്തെയും അതിജീവത്തിനെയും. അപ്പൊ സൈക്കിളിന്റെ കാര്യത്തിലാണെങ്കിൽ അത് ഈ കഴിഞ്ഞു പോകൽ തന്നെ ഒരു സഹനമാണ്. ഞാൻ പറഞ്ഞ എൻഡ്യൂറിങ് ആണ്, സംതിങ് ദാറ്റ് ലാസ്റ്റ്. കഴിഞ്ഞു പോകുന്നതിന്റെ കഴിഞ്ഞു പോകുന്നതിന്റെ ആറ്റം വരെ അത് ലാസ്റ്റ് ചെയ്യുന്ന അവസ്ഥയാണ് നമ്മൾ സഹനം എന്ന് പറയുന്നത്. പക്ഷെ ഈ സഹനം ദുസ്സാധ്യമായ സന്ദർഭങ്ങളിൽ ഈ കഴിഞ്ഞു പോകലിന്റെ ഒരു ക്രിട്ടിക്കലായിട്ടുള്ള മൊമെന്റിൽ അത് അസഹനീയമാകുന്ന സന്ദർഭങ്ങളിൽ, കൊളാപ്സ് ചെയ്യുന്ന സന്ദർഭങ്ങളിൽ അതിൻ്റെ ആ സഞ്ചാരപഥത്തിൽ ഒരു അതിജീവനത്തിന്റെ ഒരു മൊമെന്റ് ഉണ്ടാകുന്നുണ്ട്, മുഹൂർത്തം. അത് അതിനെ അതിജീവിക്കുന്നുണ്ട്. ആ കഴിഞ്ഞു പോകലിന്റെ ഒരു ത്രെറ്റായിട്ട്, അതിനെ ക്രിട്ടിക്കലായിട്ടുള്ള അതിനെ ഒരു ക്രൈസിസിൽ പെടുത്തുന്ന ഒരു സന്ദർഭത്തിൽ അത് അതിജീവിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ കഴിഞ്ഞു പോകലിന്റെ ഈ ആ വിശേഷണമായിട്ട് അതുകൊണ്ട് അതിജീവനത്തെയും കൊണ്ടുവരാം. ഞാൻ നേരത്തെ പറഞ്ഞ സഫറിങ്ങിനെ, ഇന്നലെ സഫറിങ്ങിനെ അരികിൽ കൊണ്ടുവന്ന ഒന്നാണ്. അതുപോലെയാണ് ഈ അതിജീവനത്തിനെയും കൊണ്ടുവരുന്നത്. അതെങ്ങനെയാ വെച്ചാൽ ഇപ്പൊ ഒരു വളരെ ഇപ്പം മാരകമായ ഒരു രോഗത്തിന് അടിപ്പെട്ട് അങ്ങനെ ഏതാണ്ട് കഴിഞ്ഞു പോയി എന്ന് വിചാരിക്കുന്ന സമയത്ത് അതിനെ വീണ്ടും തിരിച്ചു വരും എന്നൊരവസ്ഥ പലർക്കും ഉണ്ടായിട്ട്, അല്ലെങ്കിൽ ഒരു വലിയ അപകടത്തിൽപ്പെട്ടിട്ട്, അല്ലെങ്കിൽ ജീവിതത്തിന്റെ ഒരു മൊമെന്റിൽ ഇനി എന്താ വേണ്ടെന്ന് അറിയാത്ത സമയത്ത്, എല്ലാം നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ സമയത്ത് തിരിച്ചു വരുന്നതാണ്. അത് വെറും സഹനത്തിന്റെ കാര്യം മാത്രമല്ല, അത് അതിജീവിക്കലാണ്. അതിജീവിക്കലില് എന്തൊക്കെ റിസോഴ്സസ് ആണ് അത് പുറത്തേക്ക് എടുക്കേണ്ടതെന്നുള്ള ക്ലിയർ അല്ല. അത് എന്ത് ചെയ്യാൻ, ചിലപ്പോൾ എന്ത് രീതിയിലുള്ള റിസോഴ്സോ അത് ഉപയോഗിക്കാം. ഇതാണ് എനിക്ക് ഒരു ഏകദേശ രൂപം എനിക്ക് മനസ്സിൽ തോന്നി. എന്താ പറയുക, ഇതാണ് ജയശ്രീ, അത് ക്ലിയർ ആണോ? അത് പറയാൻ ക്ലിയർ ആയി. ക്ലിയർ ആണ്. ഒരു അഡീഷനും കൂടി, എൻഡ്യൂറൻസിനെ പെർസിവിയറൻസ് വെച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ? പെർസിവറൻസ് എൻഡ്യൂറൻസ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. അത് കാതർ തിരിച്ചറിഞ്ഞിട്ടുണ്ടോന്ന് അറിഞ്ഞിട്ടുണ്ടാന്ന് വിചാരിക്കുന്നത്. ഞാൻ എൻഡ്യൂറിങ് എന്നാണ് ഞാൻ പറഞ്ഞത്. എൻഡ്യൂറൻസ് എന്നുള്ള വേറെ രീതിയിൽ കോണ്ടെക്സ്റ്റിൽ ഉപയോഗിക്കുക. ഇപ്പൊ ഞാൻ പറഞ്ഞ പലതരത്തിലുള്ള സ്പോർട്സ് അങ്ങനെ. ഇപ്പൊ ഒരു എൻഡ്യൂറൻസ് ബഹിരാകാശത്ത് അയക്കുന്ന അസ്ട്രോണോട്സിനെ ഒരു എൻഡ്യൂറൻസ് ഒരു പ്രോസസ്സ് കൂടി കടന്നുകൊണ്ടുണ്ട്. അവരിപ്പോ ഈ ഗുരുത്വാകർഷണം ഇല്ലാത്തതിൽ
ഒരു സ്ഥലങ്ങളിൽ എങ്ങനെ അവർക്ക് മൂവ് ചെയ്യണം, അങ്ങനെ അതിനൊക്കെ ട്രെയിനിങ് കൊടുക്കുമ്പോൾ ഒക്കെ അതൊരു പട്ടാളക്കാർ തന്നെ എൻഡ്യൂറൻസ് ആണ്. അത്ര എൻഡ്യൂറൻസിന് കോണ്ടെക്സ്റ്റ് സ്പെസിഫിക് ആയിട്ട് അല്ലെങ്കിൽ പ്രത്യേക ട്രെയിനിങ്ങിന്റെ പ്രത്യേക ജീവിത മേഖലകളിലെ അവിടെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ ആയിരിക്കലിലുള്ള ഇത് സഹനം എന്ന് പറഞ്ഞ അർത്ഥത്തിലല്ല. പക്ഷെ അതിൽ പെർസിവറൻസ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു പെർസിവറൻസ് തന്നെയാണ് ഒരു കണക്കിന്. അത് അതിൽ അടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞ അത് പല രീതിയിലും എക്സ്പ്രസ് ചെയ്യപ്പെടാം. ഉദാഹരണത്തിന് അത് നിങ്ങൾക്ക് പെർസീവർ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് അത് ഒരു പെർസീവറൻസ് മാത്രമല്ല, ഒരു പ്രത്യേക ലക്ഷ്യത്തെ ആക്കി നടക്കുന്നതിലും ലക്ഷ്യത്തെ നിറവേറ്റാൻ വേണ്ടിയിട്ട് പോകുന്ന മാത്രമല്ല ഇതിലുണ്ടാവുക. ഒരു കാര്യം നടത്തി തീരാന്നുള്ള മാത്രമല്ല, കഴിഞ്ഞു പോകൽ തന്നെയാണ്. ഇപ്പൊ ഉദാഹരണത്തിന് പാട്ട് കേൾക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ നൃത്തം ചെയ്യുക, പിന്നെ കൂട്ടുകൂടി പിന്നെ എന്താ പറയുക സൊറ പറഞ്ഞിരിക്കുക, അങ്ങനെ ഇതൊക്കെ തന്നെ സഹനത്തിന്റെ പല രൂപങ്ങളായി പറയുക, ആയിട്ടൊരു എക്സ്പ്രഷൻസ് ആയിട്ട് പറയാം. ഫാമിലി ഗാദറിങ്, അങ്ങനെ പല ഇതൊക്കെ തന്നെ ആളുകള് സഹനമാണ് അതിൽ നടക്കുന്നത്. അതില് വെച്ചാല് അവര് പല കാര്യങ്ങളും അവർക്ക് അത് ബെയർ ഇറ്റ്, അവര് അത് താങ്ങുകയാണ്, അത് ഇങ്ങനെ സഹിക്കുകയാണ്. ഒരു എന്ത് സഹിക്കുന്നത്? അവര് ജീവിതത്തിൽ വന്നിട്ടുള്ള പലതരത്തിലുള്ള പ്രതിസന്ധികൾ അവര് സഹിച്ചുകൊണ്ട് പോവാൻ, പലതരത്തിലുള്ള അസംതൃപ്തികൾ, പലതരത്തിലുള്ള സബലീകരിക്കപ്പെടാത്ത പല കാര്യം, ഇങ്ങനെയുള്ള ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, ചെയ്യണമെന്ന് വിചാരിച്ച് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ഒരുപാട് ഇതൊക്കെ ഒരു സഹിച്ചുകൊണ്ടാണ് സഹിക്കുന്നത്. നമ്മൾ ഈ പറയുന്ന പല പാട്ട് കേൾക്കുന്ന, ഈ പറയുന്ന ഫാമിലിക്കാർ ഇങ്ങനെ തമാശ പറഞ്ഞ് നിൽക്കുന്നതിനും, സിനിമ കാണുന്നതിനും, അല്ലെങ്കിൽ പലതരത്തിലുള്ള സോഷ്യൽ കള്ളുകുടിക്കുന്നതിനും, അമ്പലത്തിൽ പോകുന്ന, പള്ളികളിലും അമ്പലത്തിലൊക്കെ പോകുന്ന, ഇതിലൂടെയൊക്കെ തന്നെ ആളുകൾ അങ്ങനെയുള്ള റിച്വൽസിൽ പങ്കെടുക്കുന്നതിൽ കൂടി തന്നെ ആളുകൾ ഒരു സഹനത്തിന്റെ ഒരു രൂപരേഖ, ഒരു സഹനത്തിന്റെ ഒരു ചിത്രം ഉണ്ടാക്കണം, അവരുടെ ഒരു ഗ്രാഫ് ഉണ്ടാക്കണം എങ്ങനെയാ സഹിക്കാന്ന്. അതാണ് ഞാൻ പറഞ്ഞത്. അത് അർത്ഥത്തില് അത്രയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ഞാൻ ഇത്രയും ഉദ്ദേശിച്ചിട്ടുള്ളൂ. ആളുകള് ഈ പാട്ടുപാടി കളിച്ച് ചിരിച്ച് കഴിയുമ്പോൾ, അങ്ങനെ പലതരത്തിലുള്ള വിനോദങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഒക്കെ തന്നെ അതൊരു ജോയിയസ് ആയിട്ടുള്ള ഒന്നാണ്, അവരുടെ ആഹ്ലാദം പ്രകടിപ്പിക്കുകയാണെന്നല്ല ഞാൻ കാണുന്നത്. ദാറ്റ് ഈസ് ദ വേ ദേ ബെയർ, എൻഡ്യൂർ. ഞാൻ പറഞ്ഞ സഹനത്തിന്റെ സാധാരണ രീതിയിൽ പറയപ്പെടുന്ന സംസാരത്തിന്റെ അകത്ത് അതിനെ കിട്ടിയിട്ടുള്ള ചില മീനിങ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ആയിരിക്കലിന്റെ ആസ്പെക്ട് എന്നുള്ള ആൾക്ക് ആ അർത്ഥത്തില് ഇതൊക്കെ തന്നെ പല സ്ട്രാറ്റജികൾ ആണ്. ഈ ആളുകൾ ഒത്തുചേരുമ്പോൾ ഉണ്ടാകുന്ന പല വിനോദങ്ങളൊക്കെ തന്നെ അതൊക്കെ കാണിക്കുന്നത് ഹൗ ദേ ബെയർ ഇറ്റ്, ഹൗ ദേ എൻഡ്യൂർ ദംസെൽവ്സ്. അതുകൊണ്ട് എക്സിസ്റ്റൻഷ്യലായിട്ട് നോക്കുകയാണെങ്കിൽ, ഓണ്ടോളജിക്കലി നമ്മുടെ ഈ പറഞ്ഞ ഭാവാത്മകമായി നോക്കുകയാണെങ്കിൽ, ഇറ്റ് ഹാസ് എ ഗ്രേറ്റ് ഇമ്പോർട്ടൻസ് ഇൻ ദർ ലൈഫ്. അത് സത്യം കേൾക്കുന്നതിനേക്കാളും അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്
ഇത്തരത്തിലുള്ള കള്ളങ്ങളാണ്, മൃദുവായ കള്ളങ്ങൾ. സാധനത്തിന്റെ ഒരു രീതികളാണ്. അതുകൊണ്ടാണ് അവ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായി മാറുന്നത്. ഇത്തരത്തിലുള്ള അതിന് പഴയ മോഡേണിസ്റ്റുകൾ അതിനെ എസ്കേപ്പിസം എന്നാണ് വിളിക്കുന്നത്. പക്ഷേ ഈ എസ്കേപ്പിസം എന്ന് വിളിക്കുന്നത് ഒരു പ്രത്യേക രീതിയിൽ അതിനെപ്പറ്റിയുള്ള ഒരു പെർസെപ്ഷനാണ്. പക്ഷേ ഓണ്ടോളജിക്കലി ഞാൻ നോക്കുന്ന സമയത്ത്, ഒരു എക്സിസ്റ്റൻഷ്യലി നോക്കുന്ന സമയത്ത്, അതായത് ഞാൻ എക്സിസ്റ്റൻഷ്യലി ഓണ്ടോളജിക്കലി എന്നുള്ള ഞാൻ വേറെ വാക്കുകളില്ലാത്തതുകൊണ്ട് പറയുന്നതാണ്. ആയിരിക്കലിന്റെ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കാണ്. ഇതൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കഴിഞ്ഞു പോകലിനെ, ഒരായിരിക്കലിനെ പ്രത്യേക രീതിയിൽ ക്യാരക്ടറൈസ് ചെയ്യാൻ, അതിനെ പ്രത്യേക രീതിയിൽ ആവിഷ്കരിക്കാൻ, രേഖപ്പെടുത്തുകയാണ്. മാത്രമല്ല, ഇത് മാത്രമേ അവരെ കഴിഞ്ഞു പോകേണ്ട ഇടയിൽ അവർക്ക് ഉള്ളതായിട്ടുള്ളൂ. They have nothing else to credit to themselves. They are not liberated people. They don't liberate themselves. അവര് awakened ആയിട്ടുള്ള ആളുകളായിരിക്കില്ല. They are not enlightened. But they somehow endure. സംഭാഷിക്കാൻ ആളുകൾക്കൊരു മടി കാണുന്നുണ്ട്. ഞാൻ പറയുന്നത് മനസ്സിലാകാത്തോണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിലും ഞാൻ പറയുന്നതിൽ അവ്യക്തത കൊണ്ടായിരിക്കും. യാക്കൂബിനൊന്നും പറയാനില്ലേ? യാക്കൂബ് ബെയറിംഗ് ഇത്രയും അൺബെയറബിൾ ആണെന്ന് വിചാരിച്ചില്ല, അതുകൊണ്ടാണെന്നൊന്നും പറയാൻ പറ്റില്ല. ശരി, ഇത്ര അൺബെയറബിൾ അല്ലല്ലേ? ശരി. ഞാൻ ഇന്നലെ മുതലേ പലതും പറയണമെന്ന് വിചാരിച്ചിട്ട് പറയണോ വേണ്ടെന്നുള്ള ഡൗട്ട് തീരാത്തോണ്ട് പറയാണ്ടിരിക്കുകയാണ്. ഈ ബുദ്ധനെ ഭയങ്കരമായിട്ട് ആവർത്തിച്ച് ഉദ്ധരിക്കുന്ന ആളാണ് ഓഷോ. പക്ഷെ അയാള് സന്തോഷം എന്നാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. അതെന്തായിരിക്കും അത്? അതായിരിക്കും അറിയാം. എനിക്ക് ഓഷോയെ പറ്റിയിട്ടൊരു ഇതില്ല, അത്ര കാര്യമായിട്ട്. ക്ലെവറാണ്. പക്ഷെ ക്ലെവർ ആയിട്ടുള്ള ഒരാൾക്ക് മനുഷ്യരെ സംബന്ധിച്ചുള്ള സത്യം മനസ്സിലാക്കാൻ പ്രയാസമായി. They will conceal more than. അയാള് പറഞ്ഞുകൊണ്ടിരുന്നത് ഇതാണ്. പക്ഷെ എല്ലാ ആനന്ദവും ബുദ്ധനാണ് മൂപ്പർക്ക് കൊടുക്കുന്നതും ലോകത്തിന് കൊടുക്കുന്നതും എന്നാണ്. യാക്കൂബിന്റെ ഒറിജിനൽ ചോദ്യം ചോദിക്കി. എന്താണ് യാക്കൂബിന്റെ ഒറിജിനൽ ചോദ്യങ്ങൾ വരട്ടെ. അല്ലാതെ ഈ ഓഷനൊന്നും കൊണ്ടുവരണ്ട അല്ലേ? പക്ഷേ ഈ അങ്ങനെയാണെങ്കിൽ എവൈക്കൻഡ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലിന്റെ സഹനവും അതിജീവനവും എന്തായിരിക്കും? അല്ലെങ്കിൽ അദ്ദേഹത്തിന് ബീയിങ് നിലനിൽപ്പ് എങ്ങനെയായിരിക്കും? ആരുടെ? മീൻസ് എവൈക്കൻഡ് എൻലൈറ്റഡ് ബീയിങ്, അങ്ങനെ ഇഫ് എനി, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സഹനം എങ്ങനെയായിരിക്കും? തീർച്ചയായിട്ടും ആയിരിക്കും. മീൻസ് അവരുടെ ഈ എക്സിസ്റ്റൻസ്, അതിന് അവേക്കൻഡ് ആയതിനു ശേഷമുള്ള അവരുടെ ഈ സംസാരമായിട്ടുള്ള റിലേഷൻ എങ്ങനെയായിരിക്കും? എന്തായിരിക്കും ആ എക്സിസ്റ്റൻസ്? ഈ ഭഗവത്ഗീതയിലെ സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ എന്നാണ് എന്റെ അർജുനൻ ചോദിക്കുന്നത്. അതുപോലത്തെ ഉത്തരങ്ങളായിരിക്കും പറയേണ്ടി വരിക.
അത് വളരെ സിമ്പിളായിട്ട് തോന്നുന്ന ചോദ്യമാണെങ്കിലും അത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള പലതും ഉൾക്കൊള്ളുന്ന ചോദ്യമാണ്. ഉണർന്ന ആളെന്തായിരിക്കും ചെയ്യുക? വീക്കെൻഡ് സോൾ വാട്ട് വിൽ ഷീ ഓർ ഹി ഡസ്? എങ്ങനെയായിരിക്കും കഴിഞ്ഞു പോവുക? എല്ലാ എവേക്കൻഡ് ആയിട്ടുള്ള എല്ലാവരും ഒരേപോലെ ആയിരിക്കും ജീവിക്കുക. ആണ് ചോദിക്കുക. അങ്ങനെ കുറെ കാര്യങ്ങളായത് ചോദിക്കാം. വാട്ട് ഈസ് ഇറ്റ് ടു അവേക്കൻ? ബി അവേക്കൻ, ടു ബി അവേക്കൻ എന്നുള്ളതാണ് അതിന്റെ ഈ എന്താണ് ഭഗത് സിംഗ് ചോദിച്ചല്ലേ? ഭഗത് സിംഗ് ആണോ ചോദിച്ചത്? അതെ മാഷെ, അതെ അതെ. ഭഗത് സിംഗ്. അപ്പൊ എന്താണ് എൻലൈറ്റൻഡ് ആവുക എന്നുള്ളത് ഭഗത് സിംഗ് പറഞ്ഞു തന്നാൽ ഞാൻ പറയാം. ഇല്ല, മാഷ് നേരത്തെ പറഞ്ഞത് ഈ സഹനത്തിന്റെയും അതിജീവനത്തിന്റെ ഇടയിൽ നമ്മളുടെ സത്യം തിരിച്ചറിയുന്ന ഒരാളായിരിക്കില്ല. മൃദുവായ കള്ളങ്ങളിലൂടെയാണ് പലപ്പോഴും ഈ സഹനം പോസിബിൾ ആവുന്നത്. അവര് പക്ഷെ അവേക്കൻഡ് അല്ല എന്നുള്ളൊരു ഇത് പറഞ്ഞിരുന്നു മാഷ്. ഇങ്ങനെ നല്ല ധ്വനി പറയുന്നത്. അതെ അതെ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അവേക്കൻ എന്താണ് എന്നുള്ളതും അവേക്കൻഡ് ആയിട്ടുള്ള ബീയിങ്ങിന്റെ എക്സിസ്റ്റൻസ് എങ്ങനെയാണെന്നുള്ളതും സ്വാഭാവികമായിട്ടൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. എങ്ങനെ ഉള്ള ആളായിരിക്കും വീക്കെൻഡ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഇഫ് യു ഡ്രോപ്പ് ദ ഈ സംസാരത്തിന്റെ, ഞാൻ പറഞ്ഞ ട്രഡീഷണൽ ആയിട്ടുള്ള മീനിങ് അല്ല സംസാരത്തിന്റെ പറ്റിയുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള, അതായത് ജന്മങ്ങളുടെ ഒരു ചക്രം, ജന്മങ്ങളുടെ ഒരു ജനന മരണങ്ങളുടെ ഒരു സഞ്ചാരപഥം എന്ന അർത്ഥത്തിലുള്ള സംസ്കാരമല്ല. ഈ വെള്ളി ലൈഫ്, സെക്യുലർ ലൈഫ്, ഇമാജിനറി ഈ ഒരു തലത്തില് ഫാബ്രിക്കേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഇമാജിനറി തലത്തില് പിന്നെ രൂപം കൊണ്ടിട്ടുള്ള ഈ സംസാരത്തിൻ്റെ അകത്ത് അത് ഉപേക്ഷിക്കുന്നു. അങ്ങനത്തെ ഉള്ള ഒരു ആറ്റിറ്റ്യൂഡോ അല്ലെങ്കിൽ ഒരു ഓറിയന്റേഷൻ വിടുന്ന ആള്, അതിനെയാണ് ഇങ്ങനെ അവേക്കൻഡ് എന്ന് പറയും. ഹൗ ദാറ്റ് പേഴ്സൺ വിൽ എൻഡ്യൂർ എന്നുള്ളത് സംതിങ് ദാറ്റ് വൺ ഹാസ് ടു സീ വെൻ സച്ച് എ തിങ് ഹാപ്പൻസ്. അതിലൊരു ഗ്യാരണ്ടി ഒന്നുമില്ല. ഉദാഹരണത്തിന് ഇപ്പൊ സഹനം എന്നുള്ളത് ഞാനിപ്പോഴത്തെ കഴിഞ്ഞു പോകലിന്റെ ഒരു പര്യായ ആണ് ഈ എൻഡ്യൂറിങ് എന്നുള്ളതാണെങ്കിൽ, അതായത് സഹനം എന്ന് പറയുന്നത് കഴിഞ്ഞു പോകലിന്റെ ഒരു പര്യായമാണെങ്കിൽ, ആയിരിക്കലിന്റെ ഒരു അനന്യമായ ഒരു ഗുണമാണെങ്കിൽ, that person also, that entity, Sattvam also should endure. പക്ഷെ അതിനു വേണ്ടിയിട്ടുള്ള സാമൂഹികമായി അല്ലെങ്കിൽ സംസാരം പ്രദാനം ചെയ്യുന്ന അതുമായി കോപ്പ് ചെയ്യാൻ വേണ്ടി പ്രദാനം ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള ഉപാധികളും അത് ഉപേക്ഷിക്കുമെന്ന് വെച്ചാൽ അതിലൂടെ ആയിരിക്കില്ല ചിലപ്പോൾ അത് സഹിക്കുന്നത്, എൻഡ്യൂർ ചെയ്യുന്നത്. അതായത് ഈ പറയുന്ന പോലെ
ഈ പറയുന്ന ഈ അസത്യങ്ങളിലൂടെ ആയിരിക്കില്ല അത് സഹിക്കുന്നുണ്ട്, പക്ഷെ അത് എൻഡ്യൂർ ചെയ്യുന്നുണ്ടാവും പ്രത്യേക രീതിയിൽ. അപ്പൊ ഇതില്ലാതെ ഉള്ള ഒരു എൻഡ്യൂറൻസ് നമ്മൾ ഇമാജിൻ ചെയ്യാനേ പറ്റുള്ളൂ. ഇങ്ങനെ എന്താ എൻഡ്യൂറൻസ് ഈസ് തരം. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ ഞാൻ പണ്ട് പലപ്പോഴായിട്ട് പറഞ്ഞ പോലെ ഈ ലൈഫ് എന്ന് വെച്ചാൽ ഇത് ലിവിങ് എൻറ്റിറ്റി, ദാറ്റ് ഈസ് കോൾഡ് എ ബോഡി, ലിവിങ് ബോഡി എന്നുള്ളത് ഒരു പ്രത്യേക രീതിയിൽ എറിയപ്പെട്ട അല്ലെങ്കിൽ പ്രൊജക്റ്റ് ചെയ്യപ്പെട്ട ഒന്നാണ്, ഭൗതികമായിട്ടുള്ള ഒരു ബേസിസിൽ നിന്ന് എറിയപ്പെട്ട ഒന്നാണ്. അപ്പൊ ആ എറിയുന്നതിൻ്റെ ആ കൈനറ്റിക് എനർജി നിൽക്കുന്നിടത്തോളം കാലം അത് ഭൂമിയിൽ ജീവിക്കും. അപ്പൊ അത് ആ എനർജി അതിൻ്റെ ടോട്ടലായിട്ടുള്ള അതിൻ്റെ ശാരീരികമായ അതിൻ്റെ എനർജി നിലനിർത്താനുള്ള അതിൻ്റെ ആ പ്രോഗ്രാമിങ് കഴിയുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിൻ്റെ ആ ശേഷി കഴിയുന്ന സമയത്ത് അത് ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിന് വിധേയമായി അത് ഇല്ലാതാവും. അപ്പോൾ ഇത് ആണ് അതിൻ്റെ ഒരു കഴിഞ്ഞു പോകലിൻ്റെ ഒരു വശം നോക്കുകയാണെങ്കിൽ എൻലൈറ്റൻഡ് ആയിട്ടുള്ള ഒരു സത്വവും ഇത് എൻഡ്യൂർ ചെയ്യേണ്ടി വരുന്നത്. പക്ഷെ അതെങ്ങനെയായിരിക്കും എൻഡ്യൂർ ചെയ്യുക എന്നുള്ളത് ഈ പറയുന്ന പോലെ ഈ ഇമാജിനറി, ഞാൻ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഭഗത് സിംഗ് കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. അത് ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇത് ഈ റിയൽ എന്നതും ഒരു ഇമാജിനറി റിയലം എന്നുള്ളത് തമ്മിലുള്ള ഒരു കോൺട്രാസ്റ്റ് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് സോഷ്യൽ വേൾഡും ഈ സംസാരമൊക്കെ തന്നെ ഒരു അൺറിയൽ ആയിട്ടുള്ള ഒന്നായിട്ടാണ് ഞാൻ സങ്കല്പിച്ചത്. സോ അത് അൺറിയൽ ആയിട്ടുള്ള ഒരു വേൾഡിലേക്ക് ചായുന്ന ഒരു കഴിഞ്ഞു പോകലായിരിക്കില്ല ഈ എൻലൈറ്റൻഡ് ആവുമ്പോൾ ഒരാൾക്കുണ്ടാവും എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ എൻഡ്യൂർ ചെയ്യുന്നുണ്ടോ അയാൾ? ബിക്കോസ് ദാറ്റ് ബീയിങ് ഹാസ് എ ബോഡി. The body is changing and decaying and die finally. So that being has to endure all this. ഈ സഞ്ചാരപഥം അതിൻ്റെ ഞാൻ പറയുന്ന പോലെ അതിൻ്റെ ഒരു ആ ബിഗിനിങ്ങും അതിൻ്റെ എൻഡ് വരെയുള്ളത് ഇറ്റ്സ് ഒരു എൻഡ്യൂറിങ്ങിൻ്റെ ഒരു പദമാണ്. ഇറ്റ് ഈസ് നോട്ട് അതിങ്ങനെ ഒരേ ഒരു സൈലൻസിൽ കൂടി ഒരേ ഒരു രീതിയിൽ അത് മൂവ് ചെയ്യല്ല, ഒരേ സ്ട്രെങ്ത്തിൽ മൂവ് ചെയ്യല്ല. ഇറ്റ് ബിക്കംസ് വീക്ക്, ഇറ്റ് ഡീജനറേറ്റ്സ്. സോ ദ സത്വം, that being, the vacant being, has to endure all this. To endure this, in order to endure this, it does not indulge in myth making. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു നോക്കട്ടെ. ഒരു കുട്ടി വീട്ടിലേക്ക് വരുന്നതാണ് സങ്കല്പിക്കുന്നത്. രാത്രി ആയിട്ടുണ്ട്, സ്ട്രീറ്റ് ലൈറ്റുകൾ അവസാനിച്ചിട്ടുണ്ട്, വീട്ടിലേക്ക് കുറച്ച് ദൂരം ഭയങ്കര ഇരുട്ടാണ്. അപ്പൊ ആ ഇരുട്ടിലേക്ക് പോകുമ്പോൾ കുട്ടി ഭയങ്കരമായിട്ട് പേടിക്കും, ഒന്നും മനസ്സിലാവില്ലല്ലോ, ഒന്നും കാണൂല. കുട്ടിക്ക് ആകെ ധൈര്യം തരും, കുട്ടി അറിയാണ്ട് പാട്ട് പാടിപ്പോകുന്നു. അപ്പൊ ആ പാട്ട് പാടിപ്പോകുമ്പോൾ തൽക്കാലം ആ വേദി അകലും. പക്ഷെ പാട്ട് പാടുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ സിനിമ കാണുന്ന പോലെ ഒരു ടെക്നിക്കാവാം, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താ പറയുക, ഒരു ഉപാധി ായിരിക്കാം. പക്ഷെ ഈ കുട്ടി പാടുമ്പോൾ തന്നെ ആ കുട്ടി ആദ്യമായിട്ട് കുട്ടിയുടെ അതിഗംഭീരമായ പാട്ട് തിരിച്ചറിയുന്നു, ആർട്ടിനെ തിരിച്ചറിയുന്നു. കുട്ടി ആ ആർട്ടിലൂടെയാണ് ഇതിന്റെ വീട്ടിലേക്ക് എത്തുന്നത്. അത് ഇത് എൻഡ്യൂറൻസിന്റെ വേറെന്തൊരു ലെവലുണ്ട്, അതിജീവനത്തിന്റെയും വേറെന്തൊരു ലെവലുണ്ട്. അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. എന്താ അതിന്റെ അവസാനം പറഞ്ഞെന്താ?
ആ കുട്ടി പാടുമ്പോ ആദ്യത്തെ ശബ്ദം പാട്ടുണ്ടാക്കുക എന്നുള്ളത് പാടിപ്പോയതാണ് പേടിച്ചിട്ട്. പക്ഷെ പാടിയപ്പോ കുട്ടീനെ കേൾക്കുന്നത് അത് അപാരമായ പാട്ടായിട്ടാണ്. ആ കുട്ടി ഭയങ്കരമായ ഒരു ആർട്ടിനെ തിരിച്ചറിയുന്നത്. അപ്പൊ ആർട്ടിനെ തിരിച്ചറിയുന്നവരുടെ അവിടെ ആ എൻഡ്യൂറിങ്ങും അല്ലെങ്കിൽ അതിന്റെ ഒരു സർവൈവൽ സാധനം ഒക്കെ എവിടെയോ പോകുന്നുണ്ട്. ഞാനതിനെ പറ്റി ഈ ഉണ്ണി പറഞ്ഞ എക്സാമ്പിളില് ഉള്ള ധ്വനി ഞാൻ പല രീതിയിൽ ആലോചിച്ച് നോക്കിയതാണ്. there are many things we are reluctant to drop. ഇപ്പോൾ ആർട്ട് അതുപോലെയൊക്കെയുള്ള ഇപ്പം ഞാൻ അതിനെ ആർട്ട് വർക്കുകൾ പൊതുവെ അപ്പം ഞാൻ അതിനെ നോക്കുന്നത് വെച്ചാല് അത് വേറെ തലത്തിലുള്ള സമയത്ത് ഞാൻ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് എന്താണ് ആർട്ട് ഈ ആയിരിക്കലിനെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ഒരു തിരിച്ചറിവിൽ നിന്നാണ് ഇതിനുള്ള ഉണ്ണിയുടെ ഈ ചോദ്യത്തിനുള്ള ഒരു സമാധാനം വരുന്നത് എനിക്ക് തോന്നുന്നു. വാട്ട് ഈസ് ആർട്ട് ടു എക്സിസ്റ്റൻസ് ആയിരിക്കും. അത് ഒരു സാധനത്തിന്റെ ഈ മോഡേണിസ്റ്റ് ഭാഷയിൽ പറഞ്ഞ എസ്കേപ്പിസത്തിന്റെ ഒരു ഇൻസ്റ്റൻസ് ആണോ, അതല്ല അതൊരു ട്രാൻസ്ഫോർമേഷന്റെ കാര്യമാണോ? അതല്ല, is there any difference between can you differentiate between the kind of things that we produce in this we generate in this enduring അതായത് ഇപ്പോൾ കളി തമാശ പറഞ്ഞ് അതൊക്കെ ചെയ്ത് കളിച്ച് ചിരിച്ച് ഒക്കെ ഉള്ളതും ഈ കല, അതായത് ഒരു ആർട്ട് ഒരു സ്വന്തമായിട്ടൊരു ഐഡന്റിറ്റിയും ഒരു വാല്യൂ ഒക്കെ ഉള്ള ഒരു ആർട്ട് ഫോമിനെ ജനറേറ്റ് ചെയ്യുന്നുള്ള അതും ഒക്കെ തന്നെ അങ്ങനെ ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണോ? എല്ലാം ഒന്നും തന്നെയാണോ? എല്ലാ എസ്കേപ്പിസത്തിന്റെ അല്ലെങ്കിൽ ഈ സാധനത്തിന്റെ ഒരു സ്ട്രാറ്റജിയാണോ? ഇത്തരം കാര്യങ്ങളൊക്കെ ആലോചിക്കാവുന്നതാണ്. നമ്മൾ വെച്ചാൽ അതിനെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഞാൻ അതിനെ ഉണ്ണിയുടെ ചോദ്യത്തിന് ഡയറക്റ്റായിട്ടും മറുപടി പറയാൻ പറ്റില്ലെങ്കിലും ആർട്ടിന്റെ ഹൗ ആർട്ട് റിലേറ്റ്സ് ടു ഹ്യൂമൻ എക്സിസ്റ്റൻസ്, ആയിരിക്കലിനെ എങ്ങനെയാണ് ബന്ധപ്പെടുന്നത് എന്ന് നോക്കുമ്പം അത് ഈ സാധനത്തിന്റെ അകത്ത് വരുന്ന ഈ ഡൈനാമിക്സിൽ നിന്നുകൊണ്ട് അതിന്റെ ബീയിങ്ങിനോ ആ സത്വത്തിന്റെ ആയിരിക്കലിന്റെ ഒരു ബെയർനെസ്സിലേക്ക് അതിനെ കൊണ്ടുപോകാൻ അതിന് സാധിക്കുക എന്നുള്ളതാണ്. അതായിരിക്കും ചിലപ്പോൾ അതിൻ്റെ മറ്റൊരു നിന്ന് വ്യത്യസ്തം. കഴിയുമ്പോൾ അതൊരു ട്രൂത്ത്, ഈ പറയുന്ന ആർട്ടിന്റെ ഒരു ട്രൂത്ത് ഫങ്ഷൻ ആയിട്ട് ഉണ്ടാവുക ആയിരിക്കുന്ന സംബന്ധിച്ചിടത്തോളം. It takes the being nearer to its being. ഇറ്റ്സ് ആയിരിക്കൽ, ബീങ്ങിനല്ല, അതിൻ്റെ ആയിരിക്കലിനോട് അടുത്ത് കൊണ്ടുപോവുക, അതിൻ്റെ ബേറിറ്റിയിലേക്ക് കൊണ്ടുപോവുക. ഇതൊക്കെയാണ് എനിക്ക് ഉണ്ണിയുടെ ചോദ്യത്തിന് സമാധാനമായിട്ട് തോന്നുന്നത്, സമാധാനം പറയാൻ തോന്നുന്നു. എന്നാലും ആ ചോദ്യത്തിന് ഒരു വ്യക്തമായ ഉത്തരമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഈ പറഞ്ഞ. ഇത് തന്നെ ഗംഭീരം. മാഷെ, അശ്വിനിയാണ്. അശ്വിനിയ, നമുക്ക് ഈ ഭ്രാന്തിന്റെ അനുഭവമായിട്ടൊക്കെ ഈ സഹനവും അതിജീവനം സംസാരിക്കുമ്പോൾ നന്നായിട്ട് കേൾക്കുന്നില്ലേ പറയുന്നത്?
നമ്മൾ സഹനവും അതിജീവനവും എന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ ഈ ഭ്രാന്തിന്റെ അനുഭവത്തെ നമുക്ക് അതിലേക്ക് എങ്ങനെ ചേർത്ത് ചിന്തിക്കാം? ഞാൻ അത് ശരി പറയൂ, കഴിഞ്ഞോ ചോദിച്ചു? അല്ല, ഞാൻ ഒന്ന് ചിന്തിക്കാൻ, അങ്ങനെ ഒന്ന് ചിന്തിക്കാൻ ശ്രമിക്കുമ്പോൾ ഭ്രാന്ത് ഒരു ചില മോഡൽസിൽ അത് എൻഡ്യൂറിങ് തന്നെയാണ്. അപ്പൊ നമ്മളിപ്പോ സൈക്കോ അനലിറ്റിക് മോഡലിലൊക്കെ ചിന്തിച്ചാല് നമുക്ക് അസഹനീയമായ ഒരു അവസ്ഥയെ നമ്മൾ റിപ്രസ് ചെയ്യും. അതിന്റെ ഒരു എക്സ്പ്രഷൻ ആയിട്ട് നമുക്ക് ഭ്രാന്തിനെ കാണുന്നുണ്ട്. അപ്പൊ അത് എൻഡ്യൂറിങ് തന്നെയാണ് ഒരു തരത്തില്. പക്ഷെ മറ്റൊരു തരത്തില് അതത്ര എൻഡ്യൂറിങ് അല്ലാത്ത, അല്ലെങ്കിൽ അത് ഈ സർവൈവൽ അതിജീവനത്തിനെ സാധ്യമാക്കാത്ത ഒന്നായിട്ടുമാണ് ഇതിന്റെ ഒരു ഭ്രാന്തിന്റെ ഒരു അവസ്ഥ എങ്ങനെ അല്ലെങ്കിൽ അതിന്റെ ഒരു ആയിരിക്കൽ എത്രത്തോളം എൻഡ്യൂറിങ് ഒക്കെ ആയിട്ട് ഇപ്പൊ നമ്മൾ കലകളുടെ കാര്യം പറഞ്ഞപ്പോ അത് പറഞ്ഞതുപോലെ അത് ഒരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എൻഡ്യൂറിങ് എന്നുള്ള ഒരു ഉണ്ടല്ലോ. കലകളുടെ നമ്മൾ ആർട്ട് എന്നുള്ള രീതിയിൽ ആർട്ടിനെ നമ്മൾ പൊതുവെ എൻഡ്യൂറിങ്ങിന്റെ ഒരു വളരെ ഉദാത്തമായിട്ടുള്ള ഒരു അനുഭവമായിട്ടാണല്ലോ കാണുക. അത്തരത്തിലൊക്കെ ഭ്രാന്തിനെ എങ്ങനെയാ ഒരു ശരിയാണ്. ഞാനതിനെ പറ്റി ആലോചിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ഞാനത് ഇങ്ങനെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു കാര്യമാണ്. അതിനെ പെട്ടെന്ന് എൻ്റെ മനസ്സിലതിനെ സാധനത്തിൻ്റെ കോണ്ടക്സ്റ്റിലേക്കുമ്പോൾ ബ്രേക്ക് ഡൗൺ, പോയിന്റ് ഓഫ് ബ്രേക്ക് ഡൗൺ ആയിട്ടാണ് അതിനെ നോ മോർ എൻഡ്യൂറിങ് എന്നാണ്. നോ മോർ എൻഡ്യൂറിങ് എന്നുള്ളത് അതേസമയത്ത് അത് സത്വപരമായ നോക്കുകയാണെങ്കിൽ, അതായത് ഭാവാത്മകമായി നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് നോട്ട് ടോട്ടലി ഒരു എൻഡ് ഓഫ് ആ എൻഡ്യൂറിങ് അല്ല. അത് ഈ അശ്വിനി പറഞ്ഞ പോലെ തന്നെ വേ ഓഫ് എൻഡ്യൂറിങ് ആണെന്ന് ഒരു രീതിയിൽ അതിനെ പറ്റി പറയാം. പക്ഷെ അതേ സമയത്ത് അത് സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ നോക്കുമ്പോൾ, സോഷ്യൽ എന്ന് വെച്ചാല് ഈ ഇമാജിനറി റിലത്തിന്റെ, അതായത് ഈ പറഞ്ഞ പോലെ ഇമാജിനറി റിലത്തിന്റെ തിങ്കിങ് സെൽഫ് ആൻഡ് ടൈം, ആ ഇതിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്ന ഇമാജിനറി വേൾഡ്, അതിന്റെ പ്രോഗ്രാംഡ്, അതിലൂടെ പ്രോഗ്രാം ചെയ്യപ്പെട്ട സോഷ്യൽ വേൾഡ്, അതിന്റെ ഒരു അബ്സല്യൂട്ട് ബ്രേക്ക് ഡൗൺ ആണ് ഈ മാഡ്നസ്സിൽ. സോ ഇറ്റ് ഈസ് അത്. അപ്പൊ അതുകൊണ്ട് അത് ഈ ബീയിങ്ങിനെ ആയിരിക്കലിന്റെ ഒരു കംപ്ലീറ്റ് കഴിഞ്ഞുപോയതിന്റെ ഒരു സഹനം, ഇനി നോ മോർ എൻഡ്യൂറിങ് എന്നുള്ള രീതിയിലുള്ള ഒരു ബ്രേക്ക് ഡൗൺ ആയിട്ട് അല്ല ചിലപ്പം വരുന്നത്. അതായത് സോഷ്യൽ, അതിൻ്റെ ഒരു സോഷ്യൽ എക്സ്പ്രഷൻ, അതിൻ്റെ റിലേഷണൽ ആയിട്ടുള്ള ഒരു തലത്തിലുള്ള അതിൻ്റെ എക്സ്പ്രഷൻ ഇനി സാധ്യമല്ല എന്നുള്ളതിൻ്റെ ഒരു സൂചകനായിട്ടാണ് അത് മാഡ്നസ് വരുന്നത്. There is no more communication. There is no more എന്താ പറയാ ഇമാജിനറി തിങ്. കാരണം അത് ഞാൻ പറഞ്ഞ വെച്ചാല് ഇമാജിനറി എന്ന് പറയുന്നത് ഇതിന് ഫാന്റസി ഉണ്ടാവും. ഭ്രാന്തിന്റെ ഫാന്റസി അങ്ങനെ പലതും ഉണ്ടാവാം. പക്ഷെ ഞാൻ പറഞ്ഞ വെച്ചാൽ അത് എൻ്റെ ബ്രേക്ക് ഡൗൺ വരുന്നത് വെച്ചാല് ഇറ്റ് നോ ലോങ്ങർ ഷെയർ ദിസ് വേൾഡ് എന്നുള്ളതാണ്. ഈ സോഷ്യൽ ഇമാജിനറി വേൾഡ് ഷെയർ ചെയ്യുന്നില്ല. അതിന്റെ ബ്രേക്ക് ഡൗൺ ആണ് അവിടെ വരുന്നത്. അപ്പം അത് ഒരർത്ഥത്തില് കലയുടെ ഒരു മറ്റൊരു അപരരൂപമായിട്ടാണ് വേണമെങ്കിൽ അതിനെടുക്കുന്നത്. ആൾട്ടർ, അതായത് കല ചെയ്യുന്നത് ഇതാണ്. കല അൾട്ടിമേറ്റ് ആയിട്ട്, കല ഞാൻ പറഞ്ഞ പോലെ, ഉണ്ണി പറഞ്ഞ പോലെ സംതിങ് എൻറ്റയർലി ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു സാധനം പിന്നെ
വരുന്നതായിട്ട് മനസ്സിലാക്കുന്നത്. അതായത് ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിനെ അത് ജനറേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒന്ന് ആയി വരുന്ന സമയത്ത് ഇറ്റ് ഹാസ് ടു ഡ്രോപ്പ് ഓൾ ദീസ് പാരഫെർനേലിയ ഓഫ് സോഷ്യൽ. അപ്പൊ അത് ഭ്രാന്തിലും വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഡ്രോപ്പ് ഇതുണ്ട്. പക്ഷെ അതേ സമയത്ത് അത് ഈ അതിജീവനം എന്നുള്ള സംബന്ധിച്ചിടത്തോളം അത് സർവൈവലിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ, അതായത് ഈ സഹനത്തിന്റെ ബ്രേക്ക് ഡൗൺ അസഹനീയമായ അവസ്ഥയിലും അത് പിന്നെ അതിജീവിക്കുന്നില്ല. അത് ഈ ഭ്രാന്ത് ഇപ്പൊ മാറിയിട്ടില്ലെങ്കിൽ അതിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നത്. ഞാൻ പറയാം നോർമൽ അവസ്ഥ ഇപ്പൊ അശ്വിനി കൺസേൺ ആയിട്ടുള്ള അതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നോർമൽസി അത് നോർമൽ അവസ്ഥയിലേക്ക് തിരിച്ചു പോകുന്നുള്ള അർത്ഥത്തിൽ ഞാൻ പറഞ്ഞത്. അതിന്റെ അത് മാത്രമല്ല ഈ ഇമാജിനറി ലയത്തില് അതിന് പങ്കെടുക്കാൻ കഴിയുന്നില്ല എന്ന അർത്ഥത്തിലുമല്ല ഞാൻ പറഞ്ഞ അതിന്റെ ആയിരിക്കലിന്റെ ആ ഒരു അവയർനെസ്സിലേക്ക്, ആയിരിക്കുന്ന അവയർനെസിന്റെ ഒരു സിംപ്ലിസിറ്റിയിലേക്ക് അതിന് തിരിച്ചു വരാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. അത് സാധിക്കാത്ത വരുമ്പോൾ അത് അതിജീവിക്കുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞു. അതിജീവനം വളരെ ആ അർത്ഥത്തില് അതിജീവനം എന്നുള്ള ഒരു ഇറ്റ് മേ ബി എ സോഷ്യൽ ഡെത്ത് ആക്ച്വലി. പക്ഷെ അതേ സമയത്ത് ആയിരിക്കുന്ന സംബന്ധിച്ചോളം എന്തായിരിക്കും അത്, അതാണ് എനിക്ക് ഒരു ക്ലിയർ അല്ല. കാരണം വെച്ചാൽ ഇറ്റ് ഡസൻ കം ബാക്ക് ടു ദിസ് ഇറ്റ്സ് ആ ബീയിങ്ങിന്റെ ആ ബെയർ ബീയിങ് എന്നുള്ള ബെയർ എക്സിസ്റ്റൻസ് എന്നുള്ള എന്ന് പറയുന്നത്, ഞാൻ ആയിരിക്കും എന്ന് പറഞ്ഞത് ഇറ്റ്സ് എൻ അവയർനെസ് ഓഫ് ദാറ്റ് എക്സിസ്റ്റൻസ്. ആ ബീയിങ്ങിനെ കുറിച്ചുള്ള അവയർനെസ്സും കൂടിയിട്ടുള്ളതാണ് ഈ ആയിരിക്കൽ എന്ന് പറയുന്നത് അർത്ഥത്തിന്. അപ്പൊ അതിലേക്ക് തിരിച്ചു വരുന്നില്ല അത്. അതുകൊണ്ട് അത് സർവൈവ് ചെയ്യുന്നില്ല എന്റെ അഭിപ്രായത്തിൽ. ഈ കല ഇറ്റ് സർവൈവ്സ് ആക്ച്വലി. ഇറ്റ് ഹെൽപ്സ് അതേഴ്സ് ടു സർവൈവ് ഓൾസോ. ഇതാണ് എനിക്ക്. പക്ഷെ ഇത് ഒരു പിന്നെ ഒരു കൺക്ലൂസീവ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് ഞാൻ നിൽക്കുന്നില്ല. പക്ഷെ ഇങ്ങനെയാണ് എന്റെ പെട്ടെന്ന് ഇംപ്രഷൻ ഉണ്ടാവുന്നത് അതിനെപ്പറ്റി ചോദിച്ചപ്പോ. മാഷേ, ഞാൻ ആനന്ദനാണ്. ആനന്ദൻ. മാഷ് ഈ വിഷയത്തില് പറഞ്ഞത് മുഴുവനും ശരി തന്നെയാണ്, വളരെ കറക്റ്റ് തന്നെയാണ്. ഒന്ന് രണ്ട് പോയിന്റ്സും കൂടി വേണമെങ്കിൽ ഒരുപക്ഷെ കൂട്ടിച്ചേർത്താൽ കൂടുതൽ ക്ലാരിഫിക്കേഷൻ ആവും എന്ന് വിചാരിച്ചുകൊണ്ടാണ് ആ 2 പോയിന്റ് മാത്രം പറയാൻ ആഗ്രഹിക്കുന്നത്. മാഷ്ടെ സമ്മതത്തോടുകൂടി. ഒന്ന്, ഇപ്പൊ ഈ മാഡ്നസ് അതിന്റെ ഏറ്റവും ഒരു പ്രോട്ടോടൈപ്പായിട്ട് നമ്മൾ കാണുന്ന സ്കിസോഫ്രീനിയ പോലെയുള്ള അസുഖങ്ങളിൽ ആ ടോട്ടാലിറ്റി ഓഫ് ദ സത്വം ആകെ തകർക്കപ്പെട്ട നിലയിലാണ്. തകർക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ചിന്തയും ഇമോഷൻസും സാധാരണ ഗതിയിൽ നമ്മളൊരു വിഷയം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് പാരലായിട്ട് അതിനോട് വളരെ സിങ്ക്രണൈസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഇമോഷൻസും സഞ്ചരിക്കുക. ഇപ്പൊ ഞാൻ സന്തോഷമുള്ളൊരു കാര്യത്തിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ എൻ്റെ ഇമോഷണൽ സ്റ്റേറ്റും സന്തോഷവാനായിരിക്കും. ദുഃഖമുള്ളൊരു കാര്യത്തിനെ പറ്റി ഷെയർ ചെയ്യുകയാണെങ്കിൽ ദുഃഖിച്ചുകൊണ്ടായിരിക്കും ഞാൻ പറയുന്നുണ്ടാവും. അപ്പൊ ഇത് രണ്ടും 2 വഴിക്ക് പോകുന്നതാണ് ഇതിന്റെ അടിസ്ഥാന പ്രശ്നം. ഈ അസുഖങ്ങളിൽ, ഈ അസുഖത്തിൽ പ്രത്യേകിച്ചും ഈ ഇമോഷണൽ സ്റ്റേറ്റും ചിന്താപരമായിട്ടുള്ള ബോധാവസ്ഥയും വേർപെട്ട് പോകുന്നതാണ് ഇതിന്റെ അടിസ്ഥാന പ്രശ്നം. അപ്പൊ ആ ടോട്ടാലിറ്റി, അതായത് ഒരു സ്വത്വത്തിന്റെ, ഒരു വ്യക്തിത്വത്തിന്റെ ആ ടോട്ടാലിറ്റി നഷ്ടപ്പെടുമ്പോൾ അയാൾക്ക് ആ ബീയിങ് ആയിരിക്കൽ എന്നുള്ള പ്രക്രിയ പൂർത്തീകരിക്കാൻ പറ്റാതെ വരുന്നതാണ് ഒരു അടിസ്ഥാന പ്രശ്നം. ഇനി രണ്ടാമത്തെ പോയിന്റ്, നമ്മൾ ഇതുവരെ ഉള്ള ചർച്ചയിൽ കടന്നു വരാത്തൊരു കാര്യം, ഈ കാലം എന്ന് പറയുന്ന ഒരു ഡയമെൻഷൻ ഉണ്ട്. പല കാര്യങ്ങളും നമ്മൾ ഭൂതകാലത്തിൽ നിന്ന് എടുത്തുകൊണ്ടാണ് നമ്മൾ
ആയിരിക്കല് എല്ലാ മിക്കവാറും വർത്തമാനത്തിലാണ്. പക്ഷെ അയാൾ ഭൂതകാലത്തെ കാര്യങ്ങളെല്ലാം കൊണ്ടുവന്ന് വർത്തമാനത്തിൽ ഇരുന്നു കൊണ്ടാണ് ആയിരിക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ കാലികമായിട്ടുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഇങ്ങനത്തെ അസുഖങ്ങളില്, മാനസിക അസുഖങ്ങളില്, ഇയാള് പണ്ടെങ്ങോ ഉള്ള ഒരു കാലഘട്ടത്തിലോ വരാനിരിക്കുന്ന കാലഘട്ടത്തിലോ ആയിരുന്നു കൊണ്ടാണ് അയാള് അയാളുടെ അബ്നോർമാലിറ്റിയെ കാണുന്നത്. അയാൾ തന്നെ കാണുന്നുണ്ട്. ഒരു ഭ്രാന്തനെ സംബന്ധിച്ചിടത്തോളം അയാൾക്കാണ് അയാളുടെ വിഷമങ്ങളോ അയാളുടെ പ്രയാസങ്ങളോ ഏറ്റവും ഭീകരമായിട്ട് അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. അപ്പൊ അയാൾ അഭിമുഖീകരിക്കുന്ന എന്താണ്? അയാളുടെ പാസ്റ്റും അയാളുടെ ഭാവിയും തമ്മിലുള്ള കാര്യങ്ങള് വർത്തമാനത്തിലേക്ക് കടന്നു വന്ന് അയാളെ ഡിസ്റ്റർബ് ചെയ്യുന്നതും കൂടിയാണ്. അപ്പൊ ആ വർത്തമാനത്തിൽ മാത്രമായിരിക്കുക എന്നുള്ളത് പോസിബിൾ അല്ലാത്ത ഒരു അവസ്ഥയും കൂടിയാണ് ഈ മാഡ്നസ് എന്ന്. ഈ 2 പോയിന്റാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ശരി. ഈ ആദ്യത്തെ പോയിന്റ് എനിക്ക് അഭിപ്രായ വ്യത്യാസം തോന്നുന്നില്ല. രണ്ടാമത്തെ പോയിന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ടൈമിന്റെ കാലം എന്ന് പറയാം, അതായത് സമയം എന്ന് വേണമെങ്കിൽ പറയാം. സമയത്തിന്റെ ഒരു അത് എങ്ങനെയാണ് ആയിരിക്കലിൽ മനുഷ്യന്റെ ജീവിതത്തിൽ ഈ ടൈം എങ്ങനെയാ കടന്നു വരുന്നത് എന്നുള്ളതിനെ പറ്റി ഞാൻ മറ്റു ചില സന്ദർഭങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളുണ്ട്. അത് വെച്ചിട്ടാണ് ഞാൻ ഈ പറഞ്ഞത്. അത് അവിടെ ടൈമിനെ ഞാൻ അൺറിയൽ ആയിട്ടുള്ള ഒന്നായിട്ടാണ് കരുതുന്നത്. ദർ ഈസ് നത്തിങ് ലൈക്ക് ടൈം. അതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം. ഇപ്പം ആനന്ദം പറഞ്ഞ സൊല്യൂഷൻ ഒബ്സർവേഷൻ്റെ വ്യത്യാസപ്പെടുന്ന ഞാൻ എൻ്റെ ഈ രീതിയിലുള്ള അവലോകനം വ്യത്യാസപ്പെടുന്ന ഈ അർത്ഥത്തിലാണ്. അതായത് ഞാൻ പറയുക ഈ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു ഐഡന്റിറ്റി അല്ലെങ്കിൽ ഒരു ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള ഒരു ഒരു എന്താ വാട്ട് എവർ ഇറ്റ് ഈസ്, ഇൻഡിവിജ്വൽ എന്നുള്ള ഒരു മൊമെന്റ് രൂപപ്പെടുന്നതിൻ്റെ പ്രധാന ഘടകം എന്നുള്ളത് ഞാൻ പറഞ്ഞത് ഈ കഴിഞ്ഞ ഡേയ്സിൽ ദീർഘമായിട്ട് ഞാൻ ടൈമിനെ പറ്റിയിട്ടുള്ള ഒരു അവലോകനം ചെയ്തിട്ടുണ്ട്. ടൈമിനുള്ള അൺറിയൽ എന്നുള്ള പറയുന്നത് വെച്ചാല് അത് അൺറിയൽ എന്ന് പറയാൻ വേറെ പല കാരണങ്ങൾ, ഞാൻ അതിലേക്കൊന്നും പോയില്ല, അത് വീണ്ടും ആവർത്തിക്കാനാണ്. പക്ഷെ ഞാൻ പറയുക ഈ ടൈം വെർച്വലാണ്. വെർച്വൽ ഈസ് നോട്ട് റിയൽ. മറ്റു പല ചിന്തകന്മാരും പറയുന്ന പോലെ വെർച്വൽ റിയൽ ആയിട്ടല്ല ഞാൻ കാണുന്നത്. ഇറ്റ് ഈസ് അൺറിയൽ. അത് ഈ ഇൻഡിവിജ്വൽ എന്നുള്ള നമ്മളിപ്പോൾ ഇൻഡിവിജ്വൽ എന്ന് നമ്മൾ പറയുന്ന കോൺഷ്യസ്, പർപ്പസ്ഫുൾ, അങ്ങനെ ഇന്റൻഷണൽ, ഏജന്റീവ് ആണെന്നൊക്കെ നമ്മൾ പറയുന്ന, അങ്ങനെ റിക്കഗ്നൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെ അവതരിപ്പിക്കുന്ന ആ ഇൻഡിവിജ്വലിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒന്നായിട്ടാണ് ഈ ടൈം എന്നുള്ള അൺറിയൽ ആയിട്ടുള്ള ഒരു കാറ്റഗറി ഞാൻ അവിടെ ആസ്പെക്റ്റിനെ കൊണ്ടുവരുന്നത്. ടൈം, തിങ്കിങ് ആൻഡ് സെൽഫ് എന്നുള്ള ഈ രണ്ടും, ഈ 3 ആസ്പെക്റ്റുകളും അതായത് ഈ സെൽഫ് എന്നുള്ളത് ഞാൻ അതിനെ ഇന്നലത്തെ പറയുകയാണെങ്കിൽ ക്ലെയിം ഓൺ വാട്ട് ഈസ് എമർജിങ് സംസാരം. ഈ സംസാരത്തിൽ അതിനെ എന്താണ് എമർജ് ചെയ്യുന്നത് അതിനോട് ക്ലെയിം ചെയ്യുന്നതാണ് സെൽഫ് എന്നുള്ളത്. ആൻഡ് ആ സെൽഫിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഈ അലോങ് എ ടൈം ലൈനിലാണ്. ടൈം ലൈൻ എന്ന് പറഞ്ഞാൽ ടൈം ലൈൻ ഈസ് നോട്ട് സംതിങ് ഗിവൺ, ഇറ്റ് ഈസ് സംതിങ് കൺസ്ട്രക്റ്റഡ്, മേ ബി ഡ്യൂ ടു ദ പോസിബിലിറ്റി ഓഫ് മെമ്മറി. മെമ്മറിയെ അവലംബിക്കാതെ ദർ ഇസ് നോ ടൈം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ടൈം എന്നുള്ളത് ഒബ്സർവറിന് ആവശ്യമായിട്ടുള്ള ഒന്നാണ്. സോ ദർ ഇസ് എ ഒബ്സർവർ പോയിന്റ്, ഒരു നിരീക്ഷണത്തിന്റെ, ഒരു ഒബ്സർവേഷന്റെ ഒരു പോയിന്റ്, ഇമേജിനറി പോയിന്റ് ഈ ടൈം എന്നുള്ള ഒരു ഇതിനെ ഉണ്ടാക്കാൻ, ഒരു കൺസ്ട്രക്ട് ചെയ്യാൻ, അതിനൊരു ഇമാജിനറി ലൈഫ് അതിന് കൊടുക്കാൻ ഈ ഒബ്സർവേഷൻ പോയിന്റ് ആണ്, ഇമാജിനറി ഒബ്സർവേഷൻ പോയിന്റ് ആണ്.
അത് ഇമാജിനറി എന്ന് പറയാൻ കാരണം വെച്ചാൽ ഈ ദർ ഇസ് നോ, ഞാൻ പറഞ്ഞ പാസ്റ്റ് എന്ന് പറഞ്ഞല്ലോ, ദർ ഇസ് നോ പാസ്റ്റ് ആക്ച്വലി. നത്തിങ്, എവറിത്തിങ് ഈസ് മാനിഫെസ്റ്റഡ് വാട്ട് ഈസ് ദർ. ഇപ്പം നമ്മൾ ഇതിനെ നൗ എന്ന് പറയാൻ കാരണം തന്നെ നമുക്കൊരു ഒബ്സർവേഷൻ പോയിന്റ് ഉള്ളതുകൊണ്ട് നൗ ദെൻ എന്നൊക്കെ പറയുന്നത്. ഞാൻ പറഞ്ഞാൽ എന്താണോ സ്പേഷ്യലി ഗിവൺ ആയിട്ടുള്ളത്, ആ സ്പേഷ്യലി ഗിവൺ ആയിട്ടുള്ളതിൽ ഓൾറെഡി ഇംപ്രിന്റ് ആയിട്ട് കിടക്കുന്ന ഒന്നാണ് അതിൻ്റെ ആ പ്രോസസ്സിൽ അത് ഉണ്ടാക്കിയിട്ടുള്ള പല തരത്തിലുള്ള സ്വഭാവവിശേഷങ്ങൾ. ഈ പ്രോസസ്സിലുള്ള സ്വഭാവവിശേഷങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ഡയമെൻഷനാണ് ഈ ടൈമിന്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത്. അതായത് മുമ്പ് ഇത്ര കാലം മുമ്പ് ഞാൻ ഇങ്ങനെ ആയിരുന്നു, എൻ്റെ ഫോട്ടോ ഇപ്പൊ ഈ ചെറുപ്പത്തിൽ ഞാൻ ഇങ്ങനെ ആയിരുന്നു ഒക്കെ ഇങ്ങനെ, അതാണ് ഞാൻ ടൈം ലൈൻ തൽക്കാലം പറയുന്നത്. അതിലൂടെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്നതാണ് ഈ ഇൻഡിവിജ്വൽ എന്നുള്ള അർത്ഥം. ഞാൻ പറഞ്ഞ അപ്പോൾ ആ ടൈം ലൈനും ഈ തിങ്കിങ് തന്നെ സ്പെഷ്യലി ഇമാജിനറി ഞാൻ പറയാൻ കാരണം തിങ്കിങ് ഈസ് നോട്ട് ആക്ച്വലി എ റിയൽ സംതിങ് റിയൽ. അത് കൺസെപ്റ്റുകളെ ആശ്രയിച്ച് നിൽക്കുന്നതാണ്, ഭാഷയെ ആശ്രയിച്ച് നിൽക്കുന്നത്. ഭാഷയും ആ രീതിയിൽ സോഷ്യലി ഈ പറയുന്ന ഇന്ററാക്ഷനിലൂടെ സയൻസ് സിസ്റ്റത്തിലൂടെ കൺസ്ട്രക്ട് ചെയ്യപ്പെടുന്ന സാധനമാണ്. അതിൻ്റെ മേലുള്ള അത് റിയൽ ആയിട്ടുള്ള എന്താണോ അതുമായിട്ടുള്ള കൺഫ്രണ്ടേഷനിൽ, അതുമായിട്ടുള്ള എൻകൗണ്ടറിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്ന ഒരു സബ്ജക്റ്റ് എന്താണോ, എന്ത് രൂപമാണോ അത് കൈക്കൊള്ളുന്നത്, എന്ത് ഫിഗറാണോ അത്, എന്ത് ആകൃതിയാണോ, അതിനോട് ഉള്ള ക്ലെയിമാണ് ഞാൻ പറഞ്ഞ സെൽഫ് എന്നുള്ളത്. സോ ദാറ്റ് ഈ മൂന്ന് ആസ്പെക്റ്റുകൾ, ഈ ഇമാജിനറി ഓർഡറിൻ്റെ അകത്തുള്ള ഈ ഡൈനാമിക്സിന്റെ ഒരു പ്രോഡക്റ്റാണ് ഇൻഡിവിജ്വൽ. സോ ഇൻഡിവിജ്വൽ ഈസ് ആസ് ഇമാജിനറി ആസ് ദീസ് തിങ്സ്, ടൈം. അതുകൊണ്ട് വെച്ചാൽ ഇപ്പൊ ഞാൻ ഈ ഭ്രാന്തിനെ പറ്റി പറയുന്ന സമയത്ത് അത് ടൈമിനെ പറ്റിയിട്ടുള്ള സെൻസ് അത് പാസ്റ്റിൽ, അതിന്റെ പ്രസന്റിൽ അതിൽ നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നതിനെ അത് ശരിയല്ല എന്ന് ഞാൻ പറയുന്നില്ല. അതിന് പകരം നമുക്ക് ഈ ടെമ്പോറൽ ഓർഡറിനെ അത് ബ്രേക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ടെമ്പോറൽ ഓർഡറാണ് സഫറിങ് ഉണ്ടാക്കുന്നത്. ടെമ്പോറൽ ഓർഡർ വെച്ചാൽ ഇമാജിനറി ടെമ്പോറൽ ആയിട്ടുള്ള ഓർഡറാണ് ഈ സഫറിങ്ങിന്റെ ഒരു പ്രധാന, അതായത് അസഹനീയമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഈ ബീയിങ്ങിനെ കൊണ്ടുവരുന്നെന്ന് ഉള്ളതുകൊണ്ട് അത് ഡ്രോപ്പ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ഭാഷയും ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്, അതിന്റെ സെൽഫ് ഐഡന്റിറ്റിയും ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്, ഈ ടെമ്പോറൽ ഡയമെൻഷൻ ടോട്ടലായിട്ട് ഇതിന് മുഴുവൻ. അപ്പൊ അതുകൊണ്ട് എന്ന് വെച്ചാൽ ആ സോഷ്യൽ പ്രോഗ്രാം ഇതാണ് ഈ ഇമാജിനറി ഓർഡറാണ് ഈ സോഷ്യൽ പ്രോഗ്രാമിങ്ങിനെ ഉണ്ടാക്കുന്നത്. സോഷ്യൽ റിയാലിറ്റി എന്ന് പറഞ്ഞ സാധനം ഇല്ലാതാണ് ഞാൻ ഇന്നലെ സൂചിപ്പിച്ചത്. അതായത് സോഷ്യൽ എന്നുള്ളത് ഒരു പ്രോഗ്രാമാണ്. ഇറ്റ്സ് നോട്ട് ഓൾസോ ദർ ഇസ് നത്തിങ് സോഷ്യൽ റിയൽ. ഈ പ്രോഗ്രാമിനെ കംപ്ലീറ്റ് ഈ പ്രോസസ്സിനെ, ഈ ഡൈനാമിക്സിനെ കംപ്ലീറ്റ് ഡ്രോപ്പ് ചെയ്യുന്ന രീതിയിലാണ് ഈ മാഡ്നസ് വരുന്നത്. സോ ദാറ്റ് ഈ കാൽക്കുലേഷന് ഈ പറയുന്ന ഒരു അൽഗോരിതം, അല്ലെങ്കിൽ അൽഗോരിതം അല്ല, ഈ പറയുന്ന ഒരു എന്താ പിന്നെ ഈ ഇമാജിനറി തലത്തിൽ നടക്കുന്ന ആ പ്രോസസ്സിനെ കംപ്ലീറ്റ് ഡ്രോപ്പ് ചെയ്യുന്ന രീതിയിലാണ് ഇത് വരുന്നത്. അതുകൊണ്ടാണ് കമ്മ്യൂണിക്കേഷൻ സാധ്യമല്ലാതാവുന്നത് ഈ മാഡ്നെസ്സിനെ സംബന്ധിച്ചോളം. ഒരു അട്ടർലി മാഡ് ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചോളം. സ്കിസോഫ്രീനിയ ഞാൻ പറയുന്നില്ല, സ്കിസോഫ്രീനിയയുടെ എക്സാമ്പിൾ പറയുന്നുണ്ട്. അവിടെ എപ്പോഴും ഒരു എൻട്രി സാധ്യമായിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കും. പക്ഷെ മാഡ്നസ് കംപ്ലീറ്റ്ലി മാനിയ ഏത് സമയത്ത് ദർ ഇസ് നോ കമ്മ്യൂണിക്കേഷൻ. എന്നാൽ ഈ കമ്മ്യൂണിക്കേഷനെ നമ്മളെ സാധ്യമാക്കുന്ന എന്താണോ അത് ആസ് അൺറിയൽ ആസ് ഈ മാഡ്നസിന്റെ അതേപോലെ തന്നെ അൺറിയലാണത്. പക്ഷെ നമ്മൾ ഈ അൺറിയൽ നോർമൽസി ആയിട്ട് കരുതുകയും ആൻഡ് വി എൻജോയ് ദോസ് നോർമൽ ആയിട്ടുള്ള ലൈഫ് നമ്മൾ എൻജോയ് ചെയ്യുകയും. സോ വി എൻഡ്യൂർ ആൻഡ് വി സഫർ ബിക്കോസ് ഓഫ് ദാറ്റ്. ഇതാണ് ഞാൻ ചോദ്യം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം മാഡ്നസ് അവിടെ ഇതൊരു പ്രതിവിധിയായിട്ട് ഞാൻ കരുതുന്നില്ല. ഞാൻ പറഞ്ഞത് ദർ ഇസ് എ മാഡ്നസ് ഒരു ബ്രേക്ക് ഡൗൺ, ഇതിന്റെ ഒരു ബ്രേക്ക് ഡൗൺ ആയിട്ടാണ് ഞാൻ കരുതുന്നത് സിംറ്റം. അതിന്റെ അർത്ഥം ഇപ്പം മാഡ്നസിനെ സംബന്ധിച്ചോളം
ഒരു ഇതാണ് നോർമേറ്റീവ് ആണെങ്കിൽ ഈ വേൾഡ് I have characterized as imaginary അല്ലെങ്കിൽ അൺറിയൽ വെർച്വൽ വേൾഡിന്റെ ഇതാണ് നോമെങ്കിൽ ഭ്രാന്ത് എന്നുള്ളത് ഒരു അബ്നോർമൽ ആണ്. പക്ഷേ ഇഫ് യു ലുക്ക് അറ്റ് ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ദ എക്സിസ്റ്റൻസ്, ആയിരിക്കലിനോട് വേറായിട്ടുള്ള ആയിരിക്കലിനോട് അവേക്കൻഡ് ആയിട്ടുള്ള ഒരു മൊമെന്റ്, അവേക്കൻ ടു വാട്ട് ഈസ് ദർ എന്നുള്ള റിയൽ ആയിട്ടുള്ളതിന്റെ റിയൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമായിരിക്കില്ല. റിയൽ only it shows certain signs, so we are vigilant towards that. അങ്ങനെയാണെങ്കിൽ what the life we are leading, the norm, the normatic, what is called a normal, that itself is an abnormal. അത് madness ആണത്. That is a madness which we don't realize as madness. So that is what gives us suffering. So ഈ മാഡ് എന്ന് പറയുന്ന, നമ്മൾ പറയുന്ന മാഡ് എന്നുള്ള ഈ നോർമൽ പോയിന്റ് ഓഫ് വ്യൂവിൽ മാഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബ്രേക്ക് ഡൗൺ ഓഫ് ദാറ്റ് മാഡ്നെസ് ആണ്. ബട്ട് യു കനോട്ട്, സോ ദാറ്റ് യു മേ നോട്ട് ബി ഏബിൾ ടു റിട്രീവ് ദാറ്റ് മാഡ്നെസ് ടോട്ടലി ടു ദാറ്റ് സോ കോൾഡ് നോർമൽസ്. അങ്ങനെ ഇതിങ്ങനെ പറഞ്ഞുള്ള ആരെന്തെങ്കിലും ഇല്ലില്ല, മാഷിന്റെ വ്യൂ പോയിന്റ് എനിക്ക് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട്. മാഷ് എന്താ പറയണെന്നുള്ളത് എനിക്ക് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട്. നീ ചോദ്യം ചോദിച്ച ആളോട് അവരോട് അവര് കൺവിൻസ്ഡ് ആയാവോ? ഇനി പുത്ര 12:30 കഴിഞ്ഞ് നാളെ തുടരുന്നില്ല. നാളെ ഞാൻ സംസാരിക്കില്ല. ചർച്ചകള് 2 ദിവസത്തിലെ ചർച്ചകള് ആളുകള് പങ്കെടുത്തവര് കൂടുതൽ സംസാരിക്കട്ടെ എന്ന് വിചാരിക്കാൻ. മിണ്ടാതിരിക്കുന്ന ഒരുപാട് ആൾ അങ്ങനെ കാണുന്നത്. മധുവൊക്കെ ഉണ്ട്, എബി ഉണ്ട്. ശരി, ഞങ്ങൾക്കൊക്കെ കേട്ടിരിക്കാനാ താല്പര്യം. അല്ല, ഞങ്ങൾക്കൊക്കെ കേട്ടിരിക്കാനാ താല്പര്യം എന്ന് പറയായിരുന്നു. അതാരാ? എബിയാ. നീ സംസാരിക്കട്ടെ. ശോഭ ഒന്ന് കൺക്ലൂഡ് ചെയ്തു. അപ്പൊ നമുക്ക് നാളെ ഇത് തുടരാം. മൗനമാണെങ്കിൽ മൗനം, സംസാരമാണെങ്കിൽ സംസാരം, അല്ലേ? എന്തായാലും 10:30 തുടരാം നാളെ. ഓക്കേ. ഓക്കേ, ലവ് യു ഓൾ. ബൈ ബൈ. മൗനത്തിലൂടെ മറ്റേ ബുദ്ധൻ പണ്ട് വലിയ പ്രസംഗം നടത്തിയിട്ടുണ്ട്, അതുപോലെ നടത്തിയ മൗനം. പക്ഷെ നിസാറിനോട് കൂടെ ഇങ്ങനെ നമ്മള് നിസാറിന്റെ ഉറക്ക ചിന്തിക്കുന്നതോടുകൂടെ നമ്മളിങ്ങനെ പോകുമ്പോ അതൊരിക്കലും നമ്മളോട് തന്നെയുള്ള മൗനമല്ലെന്ന് എനിക്ക് തോന്നുന്നത്. അല്ല, പണ്ട് ബുദ്ധൻ ഒരു മൗന പ്രസംഗം നടത്തിയത് കേട്ടില്ലേ കഥ? അതെ അതെ, കറക്റ്റ്. യാക്കൂബേ, നിന്റെ ഒറിജിനൽ ചോദ്യങ്ങളാണ് ഞാൻ ഉദ്ദേശിച്ചത്. കേൾക്കുന്നില്ല. യാക്കൂബ് ഒന്ന് ഓഷോ കയറി. യാക്കൂബിന്റെ ഒറിജിനൽ ചോദ്യങ്ങൾ ചീറി വരട്ടെ. ഇല്ല, അത് വരുന്നില്ല. അത് എന്താ പറയാ, അതിനുള്ള മരുന്ന് കഴിച്ചില്ലേ അല്ലേ? ഓക്കെ, നാളെ രാവിലെ നമുക്ക് ഉഷാറാക്കാം. ഓക്കെ, നാളെ ഈ ചോദ്യങ്ങൾക്ക് വ്യായാമൊക്കെ ആയിട്ട് വാ.